നമസ്കാരം. അസെൻഡിംഗ് കേരള എന്ന 2020 വ്യവസായ നിക്ഷേപക സംഗമത്തിന് ശേഷം കൊച്ചിയിൽ മറ്റൊരു നിക്ഷേപക സംഗമം കൂടി പൂർത്തിയായിരിക്കുന്നു. സംരംഭകത്വ വളർച്ചയിൽ സർക്കാരിന്റെ അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യുന്ന UDF പക്ഷേ നിക്ഷേപക സംഗമത്തിൽ പങ്കെടുത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പരിപാടിയിൽ പങ്കെടുക്കുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പരിപാടിയോട് ഐക്യപ്പെടുന്നു. വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്ന ഉമ്മൻചാണ്ടിയുടെ മുദ്രാവാക്യം എല്ലാവരും ഏറ്റെടുക്കുന്ന കാഴ്ച. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് മുതൽ ഇതുവരെയുണ്ടായ നിക്ഷേപക സംഗമങ്ങളിൽ നിന്ന് കേരളം നേടിയതെന്താണ്? വരും കാലം കേരളം നിക്ഷേപകരുടെ പറുദീസയായി മാറുകയാണ്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി CPM വക്താവ് ഡോക്ടർ VPP മുസ്തഫ, കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ, BJP വക്താവ് ഡോക്ടർ VG വിഷ്ണു എന്നിവർ. ആദ്യം ജിൻഡോയിലേക്ക്. ജിൻഡോ, ഈ നിക്ഷേപക സംഗമത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തിരുന്നു. അദ്ദേഹം ആ വേദിയിൽ തന്നെ മുഖ്യമന്ത്രിയുമായും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായും സൗഹൃദം പങ്കെടുത്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതായത് നിക്ഷേപം കൊണ്ടുവരിക, വികസനം ഉണ്ടാവുക, ഇക്കാര്യങ്ങളിൽ രാഷ്ട്രീയം പാടില്ല എന്ന തത്വം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കുന്നു എന്ന് തോന്നൽ കേരളത്തിലെങ്കിലും ഉണ്ടാവുന്നു എന്നാണ് നാം ഈ നിക്ഷേപക സമരത്തിലൂടെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ വികസനത്തിന് രാഷ്ട്രീയമില്ല എന്ന കോൺഗ്രസിൻ്റെ ഉമ്മൻചാണ്ടിയുടെയൊക്കെ മുദ്രാവാക്യം CPM-ഉം ഏറ്റെടുത്തു എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇതുവരെ വ്യവസായ വളർച്ചയിലും സംരംഭകത്വത്തിലും സർക്കാർ ഉന്നയിക്കുന്ന അവകാശവാദങ്ങളെ എതിർത്ത് പോന്ന നിങ്ങൾ ഈ നിക്ഷേപക സംഗമത്തെ പിന്തുണയ്ക്കുന്നത് ഏത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്? അജിംസെ, ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം കേരളത്തിലെ പ്രതിപക്ഷം UDF, കോൺഗ്രസ് നിക്ഷേപക സംഗമത്തെ അനുകൂലിക്കുന്നതിന് കാരണം പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ UDF-ന്റെ നിലപാട് അതാണ്. നിക്ഷേപകരും സംരംഭകരും വ്യവസായികളും കേരളത്തിലേക്ക് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കേരളം ഒരിക്കലും നിക്ഷേപക സൗഹൃദമല്ലാതിരുന്നിട്ടില്ല. കേരളം നിക്ഷേപ സൗഹൃദം തന്നെയായിരുന്നു. പക്ഷേ കേരളത്തിൽ നിക്ഷേപ സൗഹൃദമല്ലാത്ത ഒറ്റ കാര്യമേ ഉണ്ടായിട്ടുള്ളൂ. അത് പിണറായി വിജയൻ്റെ പാർട്ടിയാണ്. CPM-ഉം CIT-യും DYFI-യും ഒക്കെ. മുൻകാല ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി എടുത്ത നിലപാടുകളെ എത്രത്തോളം വിമർശിക്കുകയും എത്രത്തോളം ക്രൂശിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇവരൊക്കെ. അപ്പോൾ അതിൻ്റെ ചരിത്രം പറഞ്ഞ് നമ്മൾ വീണ്ടും സമയം കളയുന്നത്. ഇവിടെ പ്രതിപക്ഷം എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ്, ഇത്രയും പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു പിന്തുണ ഭരണപക്ഷത്തിന് കൊടുക്കുന്ന മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. പ്രളയം വരുമ്പോഴും കോവിഡ് വന്നപ്പോഴും അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പോൾ നമ്മുടെ വയനാട് ദുരന്തം വന്നപ്പോഴൊക്കെ ഞങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ ഗവൺമെൻറ് എടുക്കുന്ന ഏത് നിലപാടിനൊപ്പം നിൽക്കുക. അതിൽ അവർ വെള്ളം ചേർക്കുമ്പോഴാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. ഇവിടെ നിക്ഷേപ സൗഹൃദ സമ്മിറ്റ് നടത്തുമ്പോഴും ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ്. കേരളത്തിൽ പുതിയ പുതിയ സംരംഭങ്ങൾ വരണം, തീർച്ചയായിട്ടും വരണം. പുതിയ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടണം. ഇവിടുത്തെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ കുറയ്ക്കണം. ഇവിടുത്തെ സാമ്പത്തിക മാന്ദ്യം മാറ്റണം എന്നൊക്കെയുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ്. മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് ഇത്തരത്തിൽ പിന്തുണ ഇവർ തന്നിരുന്നെങ്കിൽ ഇന്ന് കേരളം നിക്ഷേപകരുടെയും വ്യവസായികളുടെയും ശവപ്പുറമ്പായിട്ട് മാറില്ലായിരുന്നു. മുൻകാലങ്ങളിൽ ഇന്ന് ഞങ്ങൾ കൊടുക്കുന്ന അതേ രീതിയിലൊരു മാനസികാവസ്ഥയിലേക്ക് CPM-ഉം CIT-യും എത്തിയിരുന്നെങ്കിൽ നമ്മുടെ കേരളം എത്രത്തോളം മുൻപോട്ട് കുതിക്കുമായിരുന്നു. കേരളത്തെ പുറകോട്ട് വലിച്ചത് വ്യവസായത്തിൽ, നിക്ഷേപത്തിൽ അല്ലെങ്കിൽ വളർച്ചയിൽ പുറകോട്ട് വലിച്ചതിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് വലിയ പങ്കുണ്ട്. അതിൻ്റെ ചരിത്രമൊന്നും ഞാൻ വീണ്ടും ചകഞ്ഞ് പറയുന്നില്ല. UDF-ന്റെ നിലപാട് ഇതാണ്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഞങ്ങൾ എതിർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ നിക്ഷേപ സമ്മിറ്റിന് വരുന്ന ആളുകളുടെ മുമ്പിൽ, നിക്ഷേപകരുടെ മുമ്പിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്, ഷോക്കേസ് ചെയ്യേണ്ടത് വ്യാജ കണക്കുകളും പെരുപ്പിച്ച് കാണിച്ച കള്ളങ്ങളുമല്ല. പകരം നമ്മൾ യാഥാർത്ഥ്യങ്ങൾ പറയണം. യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ ഞങ്ങളുടെ നിലപാട് മാറിയിട്ടുണ്ട്. കേരളം ഭരിക്കുന്ന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ തന്നെ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യ ബോധങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പറയണം, കള്ളക്കണക്കുകൾ വെച്ചുകൊണ്ടല്ല. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, 2-3 ദിവസം മുമ്പല്ലേ മലപ്പുറത്ത് ഒരു മാർബിൾ കടക്കാരൻ CIT-കാരുടെ ദ്രോഹം കൊണ്ട് കച്ചവടം നിർത്തിപ്പോകുന്നു എന്ന് പറയുന്നത്. ഈ പിണറായി വിജയൻ സർക്കാരിന് വന്നതിന് ശേഷവും നിരവധി സംരംഭങ്ങൾ ഇത്തരത്തിൽ പൂട്ടിപ്പോയിട്ടുണ്ട്. അവരുടെ അത്തരം വിലാപങ്ങളിൽ ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കേരളത്തിലെ വ്യവസായ വകുപ്പിന് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിക്ഷേപ സൗഹൃദമാണെന്ന് നമ്മൾ പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, നിക്ഷേപ സൗഹൃദമാണെന്ന് നിക്ഷേപകർക്ക് കൂടി തോന്നണം. നിലവിൽ നടത്തിയിട്ടുള്ള ആളുകൾക്ക് ഈ സർക്കാരിന്റെ വികസന നിക്ഷേപ രാഷ്ട്രീയത്തോടുള്ള ഒരേ ഒരു എതിർപ്പ് വ്യാജ അവകാശവാദങ്ങളും കണക്കുകളും മുന്നിൽ വെച്ച് നിക്ഷേപകരെ ക്ഷണിക്കരുത് എന്ന് മാത്രമാണ്. അതിൽ ഏതുതരം മൂലധനവും വന്നോട്ടെ, ആരും വന്നോട്ടെ, ഏതുതരം പദ്ധതികളും വന്നോട്ടെ, നിങ്ങൾക്ക് പ്രശ്നമില്ല, അങ്ങനെയാണോ?
അല്ല, നമ്മളുടെ കേരളത്തിൻ്റെ നമ്മൾ വ്യവസായം നിക്ഷേപം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ കുറെ കൂടി പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കർണാടകയും തമിഴ്നാടും ആന്ധ്രയും തെലങ്കാനയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു അപകടം എന്താ വെച്ചാൽ കേരളത്തിൻ്റെ ഭൂലഭ്യത, കേരളത്തിലെ മറ്റ് പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ, പാരിസ്ഥിതിക സാഹചര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ നമ്മൾ കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള സംരംഭങ്ങൾ കൂടി വരണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണല്ലോ. വൻകിട വ്യവസായശാലകൾ, ആയിരക്കണക്കിന് ഏക്കർ അക്വയർ ചെയ്തുകൊണ്ടുള്ള വൻകിട വ്യവസായശാലകൾക്കുള്ള സാധ്യത കേരളത്തിൽ തുലവും തുച്ഛം കുറവല്ലേ? അതപ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പറയണം. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന എന്താ? IT നമുക്ക് പറ്റുന്നതാണ്, ടൂറിസം നമുക്ക് പറ്റുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉൾനാടൻ ടൂറിസം നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വ്യവസായങ്ങൾ കുറെ കൂടി പോഷിപ്പിക്കുന്ന രീതിയിൽ, അതുപോലെ MSME സെക്ടർ നമുക്ക് പോഷിപ്പിക്കാവുന്നതാണ്. നമ്മുടെ കുടുംബശ്രീ അടക്കമുള്ള താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സജ്ജരാക്കിക്കൊണ്ടുള്ള പുതിയ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, ചെറിയ യൂണിറ്റുകളൊക്കെ തുടങ്ങാൻ നമുക്ക് പറ്റുന്നതാണ്. അതിനപ്പുറത്ത് വൻകിട ഭൂമികൾ, ഒത്തിരി ആയിരക്കണക്കിന് ഭൂമി അക്വയർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റുകൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്കതിനെ അതേ രീതിയിൽ തന്നെ പിന്തുണയ്ക്കാൻ പറ്റിയെന്നിൽ വരില്ല. ഇനി ഉദാഹരണത്തിന് എലപ്പള്ളി പഞ്ചായത്തിൽ വരുന്ന ആ മദ്യനിർമ്മാണശാലയെ UDF എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ മദ്യനിർമ്മാണശാല വരുന്നതിലെ മദ്യനയത്തിലുള്ള വ്യതിയാനം മാത്രമല്ല, അതൊക്കെ ഒരു രണ്ടാമത്തെ പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. ആ പ്രദേശത്തെ കർഷകരുടെ, സാധാരണക്കാരുടെ കുടിവെള്ളത്തിന്റെയും കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിന്റെ ദൗർബല്യം നിലനിൽക്കുമ്പോൾ അത്തരത്തിൽ ലക്ഷക്കണക്കിന് കോടി ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന ഒരു സംരംഭം വരുമ്പോൾ ആ സംരംഭത്തിന്റെ ഇൻപുട്ടുകളിൽ ഒന്ന്, പ്രധാന അസംസ്കൃത വസ്തുക്കളിൽ ഒന്ന് വെള്ളമാണ്. അപ്പൊ അങ്ങനെയുള്ള സംരംഭങ്ങൾ വരുമ്പോൾ അതിനെ പഠിച്ച് പരിശോധിച്ച് വേണം നമ്മൾ നടപടി സ്വീകരിക്കാൻ. കേരളത്തിൽ ഒരാളും 2 മിനിറ്റ് ബ്രൂവറി ഒരു ഉദാഹരണമായി പറയുകയാണ്. ബ്രൂവറി പോലുള്ള ആ ഒരു സംരംഭത്തെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നാണ് പറഞ്ഞത്. നോക്കൂ, ഈ ജിം എന്ന പേരിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്, ആദ്യ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചിരുന്നു UDFന്റെ സർക്കാർ. അതിനെ അന്ന് LDF എതിർത്തു, CPM എതിർത്തു, പലരും സമരവുമായി വന്നു. അതിൽ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളൊന്ന് പെരിയാറിലെ വെള്ളം വിൽക്കാൻ പോകുന്നു, അങ്ങനെ ഒരു പദ്ധതി ഷോക്കേസ് ചെയ്തു, അതിനാണ് എതിർപ്പുണ്ടായത്. അപ്പോൾ ഈ ഷോക്കേസ് ചെയ്യുന്ന പദ്ധതികൾ കേരളത്തിന് യോജിച്ചതാണോ അല്ലേ എന്നുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും, വേണമെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കാനും, രാഷ്ട്രീയമായി അഭിപ്രായം രേഖപ്പെടുത്താനും ഒക്കെ സാധിക്കണം. അങ്ങനെയല്ലേ വേണ്ടേ? അതിൽ വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല, നിക്ഷേപം കൊണ്ടുവരുന്നതിൽ രാഷ്ട്രീയ എതിർപ്പ് പാടില്ല എന്ന് പറയുന്നതിൽ എന്താ കാര്യമുള്ളത്? തീർച്ചയായിട്ടും അജിംസിന്റെ നിരീക്ഷണം കറക്റ്റാണ്. ഞാൻ അതിന് 100% യോജിക്കുന്നു. കാരണം എന്താ പറയുക, ഇപ്പോൾ ജിമ്മ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടിരുമ്പോൾ, ഇങ്ങനെയുള്ള മീറ്റുകൾ നടത്തുമ്പോൾ, ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് നടത്തുമ്പോൾ നിരവധി നിക്ഷേപകർ വരും. അവർക്ക് നിരവധി സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹമുണ്ടാവും. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിന് അനുയോജ്യമായിട്ടുള്ള, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാഹചര്യങ്ങൾ, ഭൂലഭ്യത, ഇവിടുത്തെ ആളുകളുടെ ജോലി സാധ്യതകൾ, മറ്റ് പല കാര്യങ്ങളും പരിശോധിച്ചിട്ട്, പാരിസ്ഥിതിക സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് വേണം നമ്മൾ അനുവദിക്കാൻ. അല്ലാതെ 2 മിനിറ്റിൽ നിക്ഷേപം തുടങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ, സംരംഭം തുടങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു കള്ളവും വ്യാജവുമാണ്. അങ്ങനെ പാടില്ലെന്നേ, പരിശോധിക്കണം. ഇപ്പോൾ അത്ര പെരിയാറിലെ വെള്ളം അളന്ന് വെക്കുന്ന പ്രോജക്റ്റുകൾ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ സമരം ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യുന്ന സമരങ്ങളെ അല്ലല്ലോ നമ്മളിവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന സമരങ്ങൾ ഏതാ? കൊച്ചി മെട്രോ വരുമ്പോൾ ആ മെട്രോ സൈഡിലേക്ക് ആദ്യത്തെ സമരം P. രാജീവ് എന്ന് പറയുന്ന CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എക്സ്ട്രാക്ട് എടുക്കുന്ന കമ്പനിയായിട്ടുള്ള സിന്തൈറ്റിനെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് 2000-ഓളം ആളുകൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനമാണ്. അതിന് എതിരെ സമരം ചെയ്യുന്ന ആരാണ്? യാഥാർത്ഥ്യബോധമില്ലാത്ത സമരം നടത്തിയത് CPM ആണ്. അങ്ങനെ ഓരോന്ന് ഇട്ടെടുത്താൽ, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുറത്ത് S. ശർമ്മയുടെ നെഞ്ചത്തോടെ ഇറങ്ങിയ വിമാനത്തിലാണ് ഇന്നിപ്പോൾ CPMന്റെ നേതാക്കന്മാർ ഡൽഹിക്ക് യാത്ര ചെയ്യുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ ഓരോന്നായിട്ട് എടുക്കുമ്പോൾ നമ്മൾക്ക് പരിശോധിക്കുന്നത് യാഥാർത്ഥ്യബോധമില്ലാത്ത സമരങ്ങളല്ല വേണ്ടത്. യാഥാർത്ഥ്യങ്ങളോട് കൂടി തന്നെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പോസിറ്റീവും ക്രിയാത്മകവുമായിട്ടുള്ള സമരങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ അത്തരത്തിൽ പദ്ധതികളെ അനുകൂലിക്കാനും തയ്യാറാകണം. ഇപ്പോൾ ജിമ്മിൽ വന്നിട്ടുള്ള പദ്ധതികൾ, ഒത്തിരി പദ്ധതികളൂടെ നടപ്പായി. കൊച്ചി മെട്രോ, വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള പലതും വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി വന്നിട്ടുണ്ട്, ആസ്റ്റർ മെഡിസിറ്റി വന്നിട്ടുണ്ട്, ലുലു മാൾ വന്നിട്ടുണ്ട്. ലുലു മാൾ വരുന്ന സമയത്ത് പോലും അവിടെ ഒരുപാട് ഗവൺമെന്റ് ഭൂമി കയ്യേറി, പുറമ്പോക്ക് കയ്യേറി, റവന്യൂ പുറമ്പോക്ക് കയ്യേറി എന്ന് പറഞ്ഞ് സമരം ചെയ്തത് CM ദിനേശ് മണി എന്ന് പറഞ്ഞ CPMന്റെ ജില്ലാ സെക്രട്ടറിയും അന്നത്തെ രാജ്യസഭാ MP ആയിട്ടുള്ള P. രാജീവാണ്. ഇന്ന് അതേ രാജീവ് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയായിട്ടിരുന്ന് ഇതെല്ലാം തിരിച്ചു പറയുമ്പോൾ ഞങ്ങളൊക്കെ കുറച്ച് ചിരിക്കുന്നു കൂടിയുണ്ട്. കാരണം ഇവരുടെ നിലപാട് മാറട്ടെ. നിലപാട് മാറിയെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാറായിട്ടില്ല. അങ്ങനെ നാം മാറിയെന്ന് വിശ്വസിക്കണമെങ്കിൽ തിരുവാർപ്പിലെ ബസ് മുതലാളിക്ക് CITക്കാരന്റെ അടുത്തുനിന്ന് കർണക്കുറ്റിക്ക് അടികിട്ടില്ലായിരുന്നു. മാഞ്ഞൂരിലെ പ്രവാസി വ്യവസായിക്ക് പഞ്ചായത്തിന്റെ മുമ്പിൽ കിടക്കയിട്ട് സമരം ചെയ്യേണ്ടി വരില്ലായിരുന്നു. ആന്തൂരിലെ സാധന ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലായിരുന്നു. അതുപോലെ തന്നെ മലപ്പുറത്തെ മാർബിൾ കമ്പനിക്ക് പൂട്ടിപ്പോകേണ്ടി വരില്ലായിരുന്നു. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണങ്ങൾ ഞാൻ നിരത്തി സമയം കളയുന്നില്ല. പക്ഷേ ഇവരുടെ നിലപാട് മാറിയോ എന്ന് നമ്മൾ ഇനിയും കാത്തിരുന്ന് പരിശോധിക്കേണ്ടതാണ്. ശരി, അഡ്വക്കേറ്റ് BG വിഷ്ണു, ഈ സംരംഭകത്വ സംഗമത്തോട് BJP ഒരു പാർട്ടി എന്ന നിലയിൽ പ്രത്യേകമായ അഭിപ്രായം രേഖപ്പെടുന്നതിനപ്പുറം കേന്ദ്ര സർക്കാരിലെ 2 മന്ത്രിമാർ, ജോർജ് കുര്യനും അതുപോലെ പീയൂഷ് ഗോയലും ഇതിൽ പങ്കെടുക്കുന്നു. ഈ പരിപാടിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇത്
രാഷ്ട്രീയമായി ഈ നിക്ഷേപത്തോട്, വ്യവസായങ്ങളോട് ഒക്കെ LDF സർക്കാർ പുലർത്തുന്ന രാഷ്ട്രീയ നിലപാടുകളോട് നിങ്ങൾ യോജിക്കുന്നു എന്നതിന് തെളിവാണോ? വ്യവസായികളെയും കാണുമ്പോൾ കുരിശു കണ്ട ചെകുത്താനെ പോലെ ഓടിയൊളിക്കുന്ന പതിവ് എപ്പോഴും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അവരുടെ നേതാക്കന്മാർക്കും മാത്രമാണ്. അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും വ്യവസായ അന്തരീക്ഷം അനുകൂലമായി ഒരുക്കുന്നവരാണ്. അത് ഗുജറാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് രാജ്യത്തെ ഒരു വികസനത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാൻ വേണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ തുടക്കം കുറിച്ചിട്ടുള്ളതാണ്. എന്തിന് ബംഗാളിൽ അന്ന് CPM ആട്ടിയോടിക്കപ്പെട്ട രത്തൻ ടാറ്റ ഉൾപ്പെടെയുള്ളവർ വന്നത് ഗുജറാത്തിലാണ്. പിന്നീട് അവിടെ തുടരാൻ കഴിയാത്ത ഒരുപാട് വ്യവസായികൾ ഗുജറാത്തിൽ വന്നു. ആഗോള നിക്ഷേപക സംഗമമായി ഗുജറാത്ത് ബംഗാളിലേക്ക് കൊണ്ടുവന്നത് CPM ആയിരുന്നു. പക്ഷെ അവിടെ കർഷക പ്രക്ഷോഭം കൊണ്ടാണ് ടാറ്റയ്ക്ക് വേണ്ടി വന്നത്. അതെ, അതിൻ്റെ പേരിൽ ജനങ്ങളെയൊക്കെ ഒരുപാട് ഉപദ്രവിക്കുകയും ജനങ്ങളുടെ വിശ്വാസത്തിലെടുക്കാതെ അവരുടെ ഭൂമി പിടിച്ചു പറിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു വ്യവസായത്തിന് അനുകൂലമായി ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയാത്ത പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അത് കേരളത്തിലേക്ക് വരുമ്പോൾ നേരത്തെ ജിൻഡോ ജോൺ പറഞ്ഞതെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല. അതുപോലെ അദാനിയുടെ നെഞ്ചിൽ ചവിട്ടിയെ തിരുവനന്തപുരത്ത് വിമാനം പറക്കും. ഇന്നിപ്പോൾ അതേ വിമാനത്തിലൂടെയാണ് പിണറായി വിജയനും EP ജയരാജനും ഒക്കെ കടന്നു പോകുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് ഒക്കെ വരുന്നത്. ഇപ്പോൾ ഇവിടെ അവർക്ക് പ്രശ്നമില്ല. വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ പാവപ്പെട്ട തൊഴിലാളികളായ മത്സ്യത്തൊഴിലാളികൾക്ക് പിടിച്ചു നിർത്തിക്കൊണ്ട് ചങ്ങല കെട്ടിക്കൊണ്ട് അദാനിയുടെ പോർട്ട് ഇവിടെ ഈ കടലിൽ ഇറക്കില്ല എന്ന് വലിയ മുദ്രാവാക്യം ഉയർത്തിയ കോടിയേരി ബാലകൃഷ്ണനാണ്. പിന്നീട് അതേ അദാനി AKG സെന്ററിൽ വന്ന് കോടിയേരി ബാലകൃഷ്ണനെ കണ്ട് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കിയ ചരിത്രവുമുണ്ട്. അപ്പോൾ കേരളത്തിന്റെ വ്യാവസായിക ചരിത്രത്തിൽ എപ്പോഴും ഒരു ചെകുത്താന്മാരായി മാറുന്നത് CPMനാണ്. വൈകിയെങ്കിലും CPMന് നല്ല ബുദ്ധി ഉണ്ടാകുന്നെങ്കിൽ അത് നല്ലതാണെന്ന് മാത്രമേ ഞങ്ങൾ കരുതൂ. ഞങ്ങൾ ഒരിക്കലും നല്ല വ്യവസായിക അനുകൂലമായ സമീപനത്തെ കണ്ണടച്ച് എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെന്റ് വന്നപ്പോൾ തന്നെ നിതിൻ ഗഡ്കരി തന്നെ വലിയ പദ്ധതികളില്ലേ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ സ്വപ്നം കാണാൻ കഴിയുന്നതിലൊക്കെ 3.5 ലക്ഷം കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. പ്രത്യേകിച്ച് മലബാറിൽ പാലക്കാടിനെയും വടക്കൻ ജില്ലകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഔട്ടർ റിംഗ് റോഡിന് 5000 കോടി. ഇങ്ങനെ കേരളത്തിന് സമാനതകളില്ലാത്ത വലിയ പ്രഖ്യാപനങ്ങളും സഹായകവുമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് വികസനത്തോട് എപ്പോഴും ഞങ്ങൾക്ക് പോസിറ്റീവായ സമീപനമേ ഉള്ളൂ. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഗ്യാപ് വൈബിലിറ്റി ഫണ്ട് വഴി വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കി. ഇങ്ങനെ ഈ കേരളത്തിൽ മുടങ്ങിക്കിടന്ന 40-45 വർഷമായി മുടങ്ങിക്കിടന്ന ഹൈവേ, നാഷണൽ ഹൈവേ എത്രയോ തവണ ഗ്യാപ് വയബിലിറ്റി ഫണ്ട് തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങളുടെ അത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ച കാര്യങ്ങളാണ്. മുടങ്ങിക്കിടന്ന പദ്ധതികളെ മുഴുവൻ കേരളത്തിൽ പുനരുജ്ജീവിച്ചത് നരേന്ദ്രമോദിയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി വന്നല്ലോ, എത്രയോ റോഡുകൾ നന്നാക്കിയെടുത്തു, പുതിയ റോഡുകൾ തിരിച്ചടയ്ക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ടോ വിഴിഞ്ഞത്തേതല്ലാതെ? അല്ല, ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളെല്ലാം ചെയ്തത് നരേന്ദ്രമോദി സർക്കാരാണ്. അത് സർക്കാർ കൃത്യമായി പണം ഈ പദ്ധതിക്ക് വേണ്ടി പൂർണ്ണമായി വകയിരുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതിൽ CPM അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. വിഴിഞ്ഞം പോലെ തന്ത്രപ്രധാനമായ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടിന്റെ ഗ്യാപ് വയബിലിറ്റി ഫണ്ട് തിരിച്ചടക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? മറ്റേതെങ്കിലും തുറമുഖത്തിനോ മറ്റേതെങ്കിലും വികസന പദ്ധതികൾക്കോ അങ്ങനെ GVF തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല, അത് ഓരോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ഉണ്ടാക്കിയ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പണം നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. അത് സർക്കാരുമായി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ പോകുന്നതാണ്. അല്ലാതെ സംസ്ഥാന സർക്കാർ ഒരു ദിവസം ഫണ്ട് കൊടുത്തിട്ട് നാളെ കൊണ്ട് അടയ്ക്കാൻ പറയുന്നില്ലല്ലോ. അതെല്ലാം ധാരണ ആക്കിയ ശേഷം സംസ്ഥാന സർക്കാരുമായി സംസാരിച്ച് തീർപ്പാക്കുന്നതാണ്. ഇപ്പോൾ ദേശീയപാതയാകട്ടെ പൂർണ്ണമായി കേന്ദ്ര സർക്കാർ വഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെ രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനം അത് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. അത് ായാലും എല്ലാ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ ആ സംസ്ഥാനത്തിന് ദേശീയപാത അതോറിറ്റി പണം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. കാരണം അതിൽ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച വിലയേക്കാൾ കൂടുതൽ പൊതുമാർക്കറ്റിൽ ഭൂമിക്ക് വില ഉണ്ടെങ്കിൽ അത് അതാത് സംസ്ഥാന സർക്കാരുകൾ അന്നത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വഹിക്കണം. അത് കേരളം മാത്രമല്ലല്ലോ, ഹരിയാന വഹിച്ചിട്ടുണ്ടല്ലോ, ഉത്തർപ്രദേശ് വഹിച്ചിട്ടുണ്ടല്ലോ, മഹാരാഷ്ട്ര വഹിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ പൊതുമാർക്കറ്റിനേക്കാൾ കൂടിയ പണം അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് മുടക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കേവലം ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല, കേന്ദ്രം ഹരിയാനയിലും സർക്കാർ നിശ്ചയിച്ചതിനേക്കാൾ ഉയർന്ന ഭൂമിക്ക് ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടോ?
അവിടെ ഇങ്ങനെ അതത് സംസ്ഥാന സർക്കാരുകൾക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി പണം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? താങ്കൾ കണക്കുകൾ പരിശോധിച്ച് നോക്കൂ, അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതായത് സർക്കാരുകൾ നിശ്ചയിച്ച ഈ പൊതുമാർക്കറ്റിനേക്കാൾ കൂടുതൽ വിലയുള്ള സ്ഥലങ്ങളിൽ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യം തന്നെയാണ്. താങ്കളത് കണക്കുകൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കും. അത് കേരളം മാത്രമല്ല, പൊതുമാർക്കറ്റിൽ എവിടെയൊക്കെ കൂടുതലുണ്ടോ അതെല്ലാം അങ്ങനെ തന്നെയാണ് എല്ലാ സംസ്ഥാന സർക്കാരുകളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് മുന്നിൽ പ്രശ്നം പറഞ്ഞല്ലോ, അപ്പോൾ അതിന്റെ പൂർണ്ണമായ പദ്ധതി ചെലവ് മുഴുവൻ കേന്ദ്രം നടത്താമെന്ന് കേന്ദ്രത്തിന് ഉറപ്പ് നൽകിയല്ലോ. അതിലെ വളരെ വ്യക്തമായി നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അപ്പോൾ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ എപ്പോഴും പോസിറ്റീവായ സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുള്ളത്. പക്ഷേ കഴിഞ്ഞ 20 വർഷത്തെ പദ്ധതികളൊക്കെ പരിശോധിക്കുമ്പോൾ നിങ്ങൾ കണക്കുകളൊക്കെ പരിശോധിക്കൂ. വലിയ രീതിയിൽ ഇടതുപക്ഷവും കോൺഗ്രസൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ പ്രഖ്യാപനങ്ങളും കൃത്യമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കണക്കുകളും തമ്മിൽ ഒരിക്കലും പോകുന്നില്ല. 2018-19 ആകെ വരുന്നു എന്ന് പറഞ്ഞ പ്രോജക്റ്റ് 72,046 കോടി രൂപയാണ്. പക്ഷേ നടപ്പിലായത് വെറും 4,730 തിരിച്ച് 2023 എത്തുമ്പോൾ 67,271 കോടി രൂപയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ് പറയുകയും പക്ഷേ കംപ്ലീറ്റ് ചെയ്ത പദ്ധതി 1,824 കോടി. കണക്കുകളിലെ കൃത്യതമായി നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ കഴിഞ്ഞ 5 വർഷത്തോളം ഞാൻ ഇന്നത്തെ കാര്യം പറയുന്നില്ല, കഴിഞ്ഞ 22-23 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റുകൾ വലിയ രീതിയിൽ പ്രഖ്യാപിക്കപ്പെടുകയും പദ്ധതികൾ യാഥാർത്ഥ്യമാകുമ്പോൾ കണക്കുകളിൽ വലിയ അന്തരം താനുള്ളത്. അതുകൊണ്ട് പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികളിലല്ല, നടപ്പിലാക്കുന്നതിൽ വേണം സർക്കാർ മുൻഗണന എടുക്കാൻ വേണ്ടി. കാരണം ഇവിടെ നടപ്പിലാക്കാൻ വരുമ്പോഴാണ് പ്രശ്നം. CIT ഒരു ഭാഗത്ത് വാള് കൊണ്ട് നിൽക്കുന്നു, SFIക്കാരും DFIക്കാരും ദണ്ടും കൊണ്ട് നിൽക്കുന്നു. ഇങ്ങനെ കേരളത്തിൽ വരുന്ന വ്യവസായികളെ അടക്കം ആട്ടി ഓടിക്കുന്ന പതിവ് CPM അവസാനിപ്പിച്ചാൽ കേരളത്തിൽ വലിയ വ്യവസായികമായ സൗഹൃദ അന്തരീക്ഷം തുടക്കം കുറിക്കും. കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളാരും ഒരു വ്യവസായിയും തല്ലിയോടിച്ചിട്ടില്ല. തല്ലിയോടിക്കപ്പെട്ടുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവർ വിഷ്ണു, ബ്രൂവറി എന്താണ്? പ്രകൃതി എത്രമാത്രം ചൂഷണം ചെയ്യുന്നു? പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് മദ്യ കമ്പനി ഉൽപ്പാദിപ്പിച്ച് കേരളത്തിന് ആവശ്യമുള്ള മദ്യം ഇവിടെ ഉൽപ്പാദിക്കപ്പെടുമ്പോൾ ഇവിടെയുള്ള കേരളത്തിൽ ഉപയോഗിക്കുന്ന മദ്യത്തിന് 80%-ലധികം 90%-ഓളം പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. കേരളത്തിൽ തന്നെ പറയുന്നത് കേൾക്കൂ. കേരളത്തിൽ ആവശ്യമായ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള കേരളത്തിലെ 2 ഡിസ്റ്റിലറീസ് അടഞ്ഞു കിടക്കുകയാണ്. അതിനെന്തുകൊണ്ട് പുനരുജ്ജീവിപ്പിക്കുന്നില്ല? പക്ഷേ പുതിയ കമ്പനികൾ കൊണ്ടുവന്നാൽ മാത്രമേ, അതും പ്രത്യേകിച്ച് ഒയാസിസ് കമ്പനിയുമായി ചേർന്ന അവരുടെ പദ്ധതി നടപ്പിലാക്കിയാൽ മാത്രമേ ആവശ്യത്തിന് മദ്യം കിട്ടുന്നു എന്നുള്ളതിൻ്റെ പിന്നാമ്പുറ കഥകളൊക്കെ എന്താണെന്ന് മനസ്സിലാകാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. ഓക്കെ, അപ്പോൾ എതിർപ്പൊക്കെ ആവാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കമ്പനിക്കാണെങ്കിൽ എതിർപ്പാവാം, അങ്ങനെയാണ്. അങ്ങനെ എതിർപ്പാകാന്നല്ലോ, അത് കേരളത്തിൽ നൽകുന്ന ഗുണം എന്താണെന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടേ. കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കപ്പെടാൻ ആവശ്യമുള്ള കമ്പനി ഒരു വശത്ത് പ്രവർത്തനരഹിതമായി കിടക്കുമ്പോൾ പുതിയ കമ്പനി കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യം, അവിടെ വ്യവസായിക ജനങ്ങളുടെ ആവശ്യത്തിനും കാർഷിക ആവശ്യത്തിനും പോലും വെള്ളം തികയാതിരിക്കുന്നു. അവിടെ തന്നെ എന്തിനാ ബ്രൂവറി കൊണ്ടുവരുന്നത്? ഇവിടെ ഉള്ള വ്യവസായത്തിന്റെ പ്രശ്നം പരിഹരിച്ചിട്ട് പോരെ പുതിയ ഇത്തരത്തിലുള്ള ഒരു വ്യവസായം കൊണ്ടുവരാൻ? അതായത് ഇവിടെയുള്ള വ്യവസായങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് നിക്ഷേപം സ്വീകരിക്കുകയും പുതിയ വ്യവസായം വരികയും പാടുള്ളൂ, അങ്ങനെയാണോ വിഷ്ണു? അല്ല, അജിംസെ നിങ്ങൾ വളച്ചൊടിക്കരുത്. മദ്യ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലവിൽ അടഞ്ഞുകിടക്കുന്ന കമ്പനികൾ പ്രവർത്തനക്ഷമമാക്കാനുള്ള സാഹചര്യം കേരളത്തിലുണ്ടല്ലോ. അപ്പോൾ അതിൽ പ്രവർത്തിപ്പിക്കാൻ ഇത്രയും പണം തന്നെ അവിടെ ഒഴുക്കേണ്ടതില്ലല്ലോ. അപ്പോൾ അതിൽ കുറച്ച് പണം തന്നെ ഇവിടെ കരുതിക്കൊണ്ട് ഇതിനെ പ്രാവർത്തികമാക്കിയാൽ പ്രശ്നം പരിഹരിക്കുന്നിടത്ത് പുതിയ കമ്പനി തന്നെ കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള ദുഷ്ടലാക്ക് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. ശ്രീ VPP മുസ്തഫ, ഈ നിക്ഷേപ സംഗമങ്ങൾ കുറേ കണ്ടിട്ടുണ്ട് കേരളം. ജിമ്മ് കണ്ടതാണ്. ജിമ്മിൻ്റെ സമയത്ത് നിങ്ങൾ അതിനോട് എതിർപ്പ് ഉയർത്തിയിരുന്നു. അതിൽ ഷോക്കേസ് ചെയ്ത പദ്ധതികളുള്ള എതിർപ്പ് തന്നെയായിരുന്നു നിങ്ങളുടേത്. പിന്നീട് നിങ്ങളുടെ കാലത്ത് തന്നെ 2020 ഒരു അസെൻഡിങ് കേരള എന്ന പേരിൽ ഒരു നിക്ഷേപക സംഗമം വച്ചു. ഈ നിക്ഷേപക സംഗമങ്ങളുടെ ആകെ ഔട്ട്കം എന്താണ്? അത് ഏത് സർക്കാർ നടത്തിയാലും. കാരണം ഇപ്പോൾ ഈ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല എന്നുള്ള ഒരു പൊതുതത്വം BJPയും കോൺഗ്രസും CPM ഒക്കെ അംഗീകരിക്കുന്ന തത്വം അതാണ്. ഓക്കെ, ഇപ്പോൾ ഏത് സർക്കാർ കൊണ്ടുവന്ന നിക്ഷേപ സംഗമങ്ങളിലാണെങ്കിലും അതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരുന്നു? കാരണം കഴിഞ്ഞ അസൻ കേരളയിൽ വന്ന ഒരു പദ്ധതി പിന്നീട് വലിയ വിവാദമായി. ഫിഷറീസ് വകുപ്പ് മന്ത്രി അറിയാത്ത ഒരു പദ്ധതിക്ക് ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പിൽപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനം അനുമതി കൊടുക്കുകയും വലിയ വിവാദമാവുകയും ചെയ്തു. ഒരു മന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് തന്നെ അത് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഈ ഷോക്കേസ് ചെയ്ത പദ്ധതികൾ നിങ്ങൾ സ്ക്രീൻ ചെയ്യുന്നുണ്ടോ? അത് കേരളത്തിന് അനിവാര്യമാണ്, അനുയോജ്യമാണ് എന്നൊക്കെ നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ? ഇപ്പോൾ ഈ പുറത്തു വന്ന ലിസ്റ്റിലുള്ളതൊക്കെ പലരും മുമ്പ് ഇവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ളവർ തന്നെയാണ്. പുതിയ കമ്പനികളെ നിങ്ങൾ സ്ക്രീൻ ചെയ്തിട്ടുണ്ടോ? എന്താണ് അവരുടെ പ്രഖ്യാപനം? എന്ത് തരം വ്യവസായങ്ങളാണ് വരാൻ പോകുന്നത്? ഈ വ്യവസായ നിക്ഷേപ സംഗമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമെന്ന് പറയുന്നത് പ്രതീതി നിർമ്മാണമാണ്.
അത് കേരളത്തെക്കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ധാരണ മാറ്റിയെടുക്കുക. കേരളം ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള നാടല്ല. അതിന് ഇപ്പോൾ ഇവിടെ BJPയുടെ പ്രതിനിധി പ്രസംഗിച്ചതുപോലെ ഈ തൊഴിലാളികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് വമ്പിച്ച് ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കേരളത്തിൽ തൊഴിലാളികൾ സംഘടിതരാണ്, അവർ കൊടിപിടിക്കും, സമരം ചെയ്യും. അതുകൊണ്ടാണ് കേരളത്തിൽ വ്യവസായം വരാത്തത്. ഇതാണ് വലിയ തോതിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമം. യഥാർത്ഥത്തിൽ കേരളത്തിൽ കഴിഞ്ഞൊരു 10-20 വർഷത്തിനിടയിൽ, ഇപ്പോൾ LDFന്റെ ഗവൺമെന്റിന്റെ കാലത്ത് മാത്രമല്ല, ഇതിന്റെ തൊട്ടു മുമ്പ് UDF ആയിരുന്നു, അതൊക്കെയുള്ള കാലം എടുത്തു നോക്കിയാൽ അജിംസെ, എവിടെയാണ് കേരളത്തിൽ അതിരൂക്ഷമായ ഒരു തൊഴിൽ കുഴപ്പം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഏതെങ്കിലും സ്ഥാപനത്തിൽ ഒരു 60കളിലോ 70കളിലോ ഒക്കെ കേരളത്തിൽ ഉണ്ടായതുപോലെയുള്ള തൊഴിൽ കുഴപ്പങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? തൊഴിൽ കുഴപ്പമെന്നാണോ നിങ്ങൾ അതിനെ തൊഴിലാളികളുടെ പേര് പറയുന്നത്? പണ്ട് അതിനെ വിശേഷിപ്പിച്ചത് തൊഴിൽ സമരങ്ങൾ എന്നായിരുന്നു. പ്രതീതി നിർമ്മിക്കുകയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞത് തൊഴിൽ സമരങ്ങൾ നേരത്തെ തൊഴിൽ സമരങ്ങളിലൂടെയാണല്ലോ തൊഴിൽ കുഴപ്പങ്ങളായിട്ട് മാറുന്നത്. അതാണ് ഇവിടെ വ്യവസായം വരാത്തതിന് കാരണം. അത് സ്ഥാപിക്കാനാണല്ലോ BJP പ്രതിനിധി ഇത്രയും സമയം ശ്രമിച്ചത്. CIT-കാർ തല്ലുന്നു, അടിക്കുന്നു, ഓടിക്കുന്നു എന്നൊക്കെയാണല്ലോ. കേരളത്തിലെ BMS-കാർ നോക്കുകൂലി വാങ്ങിച്ചിട്ടില്ലേ? തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴയിൽ നിന്നൊക്കെ BMS-ന്റെ തൊഴിലാളികൾ നോക്കുകൂലി വാങ്ങിച്ചതിന്റെ വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിട്ടില്ലേ ഈ കാലയളവിൽ പോലും? അപ്പോൾ തൊഴിലാളികളുടെ മേൽ ഒരു പഴിചാരിയിട്ട് അവർ സംഘടിതരായതുകൊണ്ടാണ് കേരളത്തിൽ വ്യവസായം വരാത്തത് എന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രതീതി. യഥാർത്ഥത്തിൽ കേരളത്തിൽ വ്യവസായങ്ങൾ വരാതിരുന്നതിനുള്ള പ്രശ്നം എന്താ? കേരളത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ചട്ടങ്ങൾ, നിയമങ്ങൾ അതൊന്നും വലിയ നിലയിൽ ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് പര്യാപ്തമായിരുന്നില്ല. വലിയ നിലയിൽ മുതലാളിമാരുടെ മുമ്പിൽ റെഡ് ടാപ്പിസം ഉണ്ടായിരുന്നു. ബ്യൂറോക്രസിയുടെ പലപ്പോഴും തെറ്റായ സമീപനങ്ങൾ. നല്ല ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരു അപേക്ഷകൻ, ഒരു സംരംഭകൻ വന്ന് അപേക്ഷ കൊടുത്താൽ അതെങ്ങനെ ഏറ്റവും സങ്കീർണമാക്കി മാറ്റാം എന്ന് ആലോചിക്കുന്ന തരത്തിൽ ഇടപെടുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥ വ്യാഖ്യാനങ്ങളും പരിശ്രമങ്ങളും ഉണ്ടായിരുന്നു. ഈ ഗവൺമെന്റ് ശ്രമിച്ചത് കഴിഞ്ഞ 5-6 വർഷമായിട്ട് ആ പ്രതീതി മാറ്റിയെടുക്കുക. കേരളം വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള ഒരു നാടാണ്. അക്കാര്യത്തിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ 2016 ആകെയുള്ള 29 സംസ്ഥാനങ്ങളിൽ 28ാം സ്ഥാനത്തായിരുന്ന കേരളം ഇപ്പൊ ഏറ്റവും മുമ്പന്തിയിൽ എത്തി നിൽക്കുന്നത്. അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് വ്യവസായ നിക്ഷേപക സംഗമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രതീതി അങ്ങ് മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അക്കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. അതിന്റെ ഫലമെന്താ? വലിയ നിലയിലുള്ള നിക്ഷേപങ്ങൾ വരികയാണ്. പക്ഷെ ആ നിക്ഷേപങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ കാണേണ്ടത് നേരെ മധ്യപ്രദേശിനെയോ മഹാരാഷ്ട്രയോ ഒക്കെ പോലെ താരതമ്യം ചെയ്തിട്ട് കാര്യമില്ല. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് നമുക്ക്. നമ്മളാകെ ചെറിയൊരു സംസ്ഥാനമാണ്, നമുക്കുള്ള ഭൂമിയുടെ അളവിന്റെ പ്രശ്നമുണ്ട്, ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ്, പാരിസ്ഥിതികമായിട്ടുള്ള വലിയ സങ്കീർണതകളുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തൊട്ടടുത്ത തമിഴ്നാട്ടിലൊക്കെ വരുന്നത് പോലെയുള്ള വൻകിട വ്യവസായങ്ങൾക്ക് പോലും കേരളത്തിലുള്ള സാധ്യതയുടെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് മനുഷ്യവിഭവശേഷിയാണ്. ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഹ്യൂമൻ റിസോഴ്സാണ്. അത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന ഇപ്പോഴത്തെ വ്യാവസായിക രംഗം എന്ന് പറയുന്നത് സേവന മേഖലയിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ സേവന ഘടകങ്ങളിൽ അധിഷ്ഠിതമായ വ്യവസായങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് IT. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 IT പാർക്കുകൾ, നമ്മുടെ ടെക്നോ പാർക്കും അതുപോലെ സൈബർ പാർക്കും ഉൾപ്പെടെ, അവിടെ എല്ലാം കൂടി 2 ലക്ഷം ടെക്കികളാണ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു കേരളത്തെ. അതുകൊണ്ട് ഇന്ത്യയിൽ ടെക്കികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അവരുടെ വർക്ക് ആംബിയൻസിന് ഏറ്റവും കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്ന നഗരം കൊച്ചിയാണ് എന്നാണ് ഒരു സർവേ റിപ്പോർട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ ഞാൻ വരുമ്പോഴേ കേൾക്കാൻ വേണ്ടി ഇടയായത്, ഇങ്ങനെ ഇടതുപക്ഷമാകെ സമരം ചെയ്ത് ഇടതുപക്ഷക്കാർ ഇവിടെ ഒരു വ്യവസായവും കൊണ്ടുവന്നില്ല, അതുകൊണ്ടാണ് കേരളം വ്യവസായത്തിൽ പിന്നോക്കം പോയത്. ഒരല്പം ചരിത്രബോധം കൂടി വേണം. 1957 കേരളത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇടതുപക്ഷത്തിന്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു സംസ്ഥാന ഭരണം കിട്ടുന്നത്. അത് ഈ കേരളത്തിലാണ്. അന്നാണ് മാവൂരിലെ ഗ്വാളിയോർ റയൺസ് സ്ഥാപിക്കുന്നത്. ആ മാവൂർ ഗ്വാളിയോർ റയൺസ് അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുത്തക കമ്പനിയുടേതാണ്.
ആ കുത്തക കമ്പനിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് EMS എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് ഭരിക്കുന്ന കാലത്താണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് അന്ന് ആ മാവൂർ ഗോളിയോർ റൈൻസ് ആരംഭിച്ചിട്ടുള്ളത്. ആധുനിക വ്യവസായത്തിൽ നേരത്തെ പറഞ്ഞ IT വന്നപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന ടെക്നോ പാർക്ക്, അത് സഖാവ് നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ആ ടെക്നോ പാർക്ക് കേരളത്തിൽ സ്ഥാപിതമാകുന്നത്. അപ്പം അതുകൊണ്ട് ഇടതുപക്ഷം തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ അന്തസ്സായ ജീവിക്കാനുള്ള പശ്ചാത്തലമൊരുക്കുന്നതിനു വേണ്ടി തീർച്ചയായിട്ടും തൊഴിലാളികളുടെ സംഘടിതമായ സമരങ്ങളും മുന്നേറ്റങ്ങളും നടത്തിയിട്ടുണ്ട്. അതിന്റെ ഗുണഫലവും ഈ കേരളത്തിലെ തൊഴിലാളി വർഗത്തിന് ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇടതുപക്ഷത്തിന് അധികാരം കിട്ടിയപ്പോൾ 57 മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഓരോ സർക്കാരിന്റെ കാലത്തും അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികളെ, വ്യവസായ സംരംഭങ്ങളെ കേരളത്തിൽ എത്തിക്കാനും ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ എന്നാലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബ്യൂറോക്രസിയുടെയും നമ്മുടെ റെഡ് ടാപ്പിസത്തിന്റെയും കേരളത്തിലെ സങ്കീർണമായ ഈ ചട്ടങ്ങളുടെയും എല്ലാം മൂലം ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണെന്ന തോന്നൽ ഉണ്ടായിട്ടില്ല. അതാണ് മാറ്റിയെടുത്തത്. ശരി, അതുകൊണ്ടാണ് ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുന്നതിന്റെ തലേ ദിവസം വകുപ്പ് മന്ത്രി ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് വ്യവസായ അനുകൂല അന്തരീക്ഷം സംസ്ഥാനത്തുണ്ട് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ സർക്കാരിന്റെ തുടർച്ചയായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. അതിന്റെ അംഗീകാരമാണല്ലോ കേന്ദ്ര സർക്കാരിൽ നമുക്ക് ലഭിച്ച പുരസ്കാരം. 2022 സംരംഭകത്വ പുരസ്കാരം കഴിഞ്ഞ വർഷമാണ് ലഭിച്ചത്. ഓക്കെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ വരുന്ന നിക്ഷേപങ്ങൾ അത് ഏത് സ്വഭാവത്തിലുള്ളതാണെങ്കിലും, ആ നിക്ഷേപകർ ഏത് സ്വഭാവത്തിലുള്ളവരാണെങ്കിലും, ആ മൂലധനത്തിൻ്റെ സ്വഭാവം എന്താണെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ട ഈ നിക്ഷേപക സംഗമത്തിൽ പ്രഖ്യാപിച്ച കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളിൽ 55 പേരാണ് അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ഒരാളുടെ പേര് കരൺ അദാനി എന്നാണ്. ഒരുപക്ഷെ ഇതിലെ ഏറ്റവും വലിയ നിക്ഷേപകൻ അദ്ദേഹമായിരിക്കും. 30,000 കോടി രൂപയാണ് അദ്ദേഹം നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. കരൺ അദാനി 30,000 കോടി രൂപ നിക്ഷേപിക്കുമ്പോൾ അത് എന്ത് തരം പ്രൊജക്റ്റാണ്? അത് സംസ്ഥാനത്തിന് ഗുണകരമാണോ? സംസ്ഥാന താല്പര്യത്തിന് അനുകൂലമാണോ? വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ നിങ്ങൾ ഉന്നയിച്ച ആരോപണം ഓർമ്മയുണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും സ്ക്രീനിങ് നടത്തിയോ? ഈ കരൺ അദാനി 30,000 കോടി എവിടെയാണ് നിക്ഷേപിക്കുന്നത്? അല്ല, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഇപ്പോൾ ഒറ്റയടിക്ക് ചോദിച്ചാൽ 30,000 കോടി എവിടെയാണ് നിക്ഷേപിക്കുക, കാസർഗോഡാണോ കണ്ണൂരാണോ എന്നൊന്നും പറയാൻ വേണ്ടി കഴിയില്ലല്ലോ. അതിന്റെ വിശദാംശങ്ങൾ വരണം. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഒരു നിലപാടെന്താ? ഏത് വ്യവസായവും ആരംഭിക്കണമെങ്കിൽ, വ്യവസായം മാത്രമല്ല ഏത് കാര്യവും കേരളത്തിൽ ആരംഭിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ചട്ടങ്ങളുടെ പരിശോധനയുണ്ട്, നിലവിലുള്ള നിയമവ്യവസ്ഥയുടെ പരിശോധനയുണ്ട്. അതെല്ലാം നടത്തിയിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ പരിസ്ഥിതിയുടെ നിലനിൽപ്പിന്, നമ്മുടെ നാടിന്റെ പൊതുവായ സുരക്ഷയ്ക്ക്, നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് ഹാനികരമാകുന്ന ഒന്നും അനുവദിക്കപ്പെടില്ലല്ലോ. അത് നമ്മുടെ എല്ലാം കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രബുദ്ധതയുടെ ഒരു തെളിവ് കൂടിയല്ലേ. അങ്ങനെയൊന്നും നമ്മൾ അനുവദിച്ച് പോയിട്ടുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ഒരു ആശങ്കയുണ്ടാകേണ്ട കാര്യമില്ല. സംരംഭം അനുവദിക്കുമെന്ന് പറയുന്നു, സംരംഭകരെ ക്ഷണിച്ചു വരുത്തുന്നു, എന്നാൽ പിന്നെ തോന്നിയതുപോലെ ആയിക്കൊള്ളൂ എന്ന നിലപാടേ ഉണ്ടാകില്ല. അതെല്ലാം കൃത്യമായിട്ട് ഇപ്പോൾ ഡീംഡ് ലൈസൻസിങ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഡീംഡ് ലൈസൻസിങ്ങിൽ തന്നെ അജിംസെ വെച്ച നിർദ്ദേശം എന്താ? അവര് അപേക്ഷ കൊടുത്തു, വേറെ മറ്റ് പ്രധാനപ്പെട്ട ഈ കാറ്റഗറിയിൽ ഗ്രീൻഫീൽഡ് നമ്മുടെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ഏജൻസികളുടെ ലൈസൻസുകളോ അല്ലെങ്കിൽ അവരുടെ NOCകളോ ആവശ്യമില്ലാത്തതിനാണ് ഡീംഡ് ലൈസൻസ്. പക്ഷെ അവിടെയും പറഞ്ഞ കാര്യം എന്താ? അവർ പ്രവർത്തനം ആരംഭിച്ച് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ശരിയായ ലൈസൻസിങ് നേടണം. ആ ശരിയായ ലൈസൻസിങ് നേടണമെങ്കിലോ അവർ കൃത്യമായിട്ട് എന്താണോ ചട്ടങ്ങൾ, നിയമങ്ങൾ മാറ്റിയിട്ടുണ്ട്, ആ മാറ്റിയ ചട്ടങ്ങളിലും നിയമങ്ങളിലും ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ പാലിച്ചിരിക്കണം. അപ്പോൾ കൃത്യമായ പരിശോധനകൾ ഉണ്ടാകും, അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. അതുകൊണ്ട് നിക്ഷേപം വരുന്നു എന്നതിന്റെ അർത്ഥം നിക്ഷേപകന് തോന്നിയതുപോലെ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാം, നാടിനെ അങ്ങ് ആകെ വിലക്കെടുക്കാം എന്നൊന്നുമല്ല. അങ്ങനെയൊന്നും അനുവദിക്കുന്ന ഒരു അന്തരീക്ഷമുള്ള നാടുമല്ല കേരളം എന്നുള്ളത് കേരളത്തിന്റെ നാളിതുവരെയുള്ള പോരാട്ട ചരിത്രം അറിയുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ അദാനിയുടെ 30,000 കോടിയുടെ നിക്ഷേപ വാഗ്ദാനം ഈ ലിസ്റ്റിലുണ്ട്. ഈ കരൺ അദാനി 30,000 കോടി നിക്ഷേപം പ്രഖ്യാപിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നു, അത് നിങ്ങളാണെങ്കിലും സ്വീകരിക്കും, BJP ആണെങ്കിലും സ്വീകരിക്കും. അപ്പോൾ എന്ത് സെക്ടറിലാണ് അവർ നിക്ഷേപിക്കുന്നത്? അവർ നിക്ഷേപിക്കുന്നത് എത്രമാത്രം സംസ്ഥാന താല്പര്യങ്ങൾക്ക് ഗുണകരമാണ്? ഇപ്പോൾ വിഴിഞ്ഞത്തെ കാര്യം തന്നെ എടുക്കാം. വിഴിഞ്ഞത്ത് നിന്ന് കുടിയിറക്കപ്പെട്ടവരുടെ പുനരധിവാസം നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ടേക്ക് ഓവർ അത് നിങ്ങളും ഉന്നയിച്ച ഒരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നു. അപ്പോൾ
30,000 കോടി പ്രഖ്യാപിക്കുന്നു, എന്നാൽ പോന്നോട്ടെ എന്ന് പറയുന്നു. ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ നിക്ഷേപം ക്ഷണിക്കേണ്ടത്, ജിൻഡോ? അല്ല ജിംസെ, അതിലൊരു ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ചുവപ്പ് നാടയുടെ പ്രശ്നം കൊണ്ടാണ് വ്യവസായങ്ങൾ വരാതിരുന്നത്, നിക്ഷേപങ്ങൾക്ക് ഇങ്ങോട്ട് ആകർഷിക്കപ്പെടാതിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് 2 മിനിറ്റ് കൊണ്ട് K-Swift ലൈസൻസ് എടുക്കാൻ പറ്റില്ല. കാരണം ഒരു 3/4 മണിക്കൂർ നേരത്തെ പണിയാണ് ഇത്, ഞാൻ എടുത്തിട്ടുള്ളതാണ്. 2 മിനിറ്റ് കൊണ്ട് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തത്, ഇങ്ങനെ വരുന്ന സ്ഥാപനങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞിട്ടേ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷൻ്റെയോ അത്തരത്തിലുള്ള ലൈസൻസുകൾ മേടിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറയുന്ന പോലെ ലൈസൻസിങ് മൊത്തം ഫ്രീ ആക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ മദ്യ കമ്പനിക്ക് 2 മിനിറ്റ് കൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കരൺ അദാനിക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, ആർക്കും ചെയ്യാം. അങ്ങനെയല്ല ഒരു വ്യവസായവും നിക്ഷേപം വരേണ്ടത്. വേണ്ടത്ര പഠനങ്ങൾ നടത്തിയിട്ട് അതിനനുഗുണമാണോ നമ്മുടെ സാഹചര്യം, നമ്മുടെ രാഷ്ട്രീയ, സാമൂഹ്യ, പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്ക് കൂടി അനുകൂലമായിട്ടും അനുഗുണമായിട്ടുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ വ്യവസായികളെയും നിക്ഷേപകരെ ആട്ടി ഓടിക്കുകയും അവരുടെ മേലെ കരിയോയിൽ ഒഴിക്കുകയും അവരെ വിരട്ടുകയൊക്കെ ചെയ്ത് നിക്ഷേപ സൗഹൃദമല്ല എന്നുള്ളൊരു പൊതുബോധം ഈ രാജ്യത്തിന് പുറത്തേക്ക് കൊടുത്ത ഒരു സംഘടന ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ, ഞങ്ങൾ ഇനി അവസാനമായിട്ട് പോകുന്നതിന് മുമ്പ് കുറേ പേരെ കൊണ്ടുവന്ന് അതിൻ്റെ പേരിൽ ഒരു ക്രെഡിറ്റ് അടിക്കാമെന്നുള്ള തിടുക്കം മാത്രമാണ്. ഈ തിടുക്കം കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ലൈസൻസ് കൊടുക്കുന്നത് മാത്രമാണ് നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സമരം ചെയ്തത് ഹാനികരമായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രമാണ് സമരം ചെയ്തത് എന്നാണ് പറയുന്നത്. മലപ്പുറത്തെ മാർബിൾ കട പൂട്ടിപ്പോകുന്നത് എന്ത് ഹാനികരമായിട്ടുള്ള ബിസിനസ് ചെയ്തിട്ടാണ്? തിരുവാർപ്പിലെ ഒരു പ്രവാസി വന്ന് ബസ് മേടിച്ച് ഓടിക്കുന്നത് ഹാനികരമായിട്ട്, സമൂഹത്തിന് വല്ല ഹാനികരമായിട്ടുള്ള ബിസിനസ്സാണോ? മാഞ്ഞൂരിലെ ആ പ്രവാസി വ്യവസായി ഹാനികരമായ ബിസിനസ്സാണ് ചെയ്തത്. ഇനി എന്തിനാ ആന്തൂരിലെ സാജൻ ഹാനികരമായ ബിസിനസ്സാണ് ചെയ്തത്? ഒരു ഓഡിറ്റോറിയം പണിത്, ഒരു കൺവെൻഷൻ സെൻറ്റർ പണിത് ഹാനികരമായ ബിസിനസ്സാണോ? അല്ല. അപ്പോൾ ഇതിൽ മൈൻഡ് സെറ്റും കൂടി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ചുവപ്പ് നാട എന്നുള്ളത് ഭരിക്കുന്ന പാർട്ടിക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റാനായിട്ട് ശേഷിയുണ്ടാകും. ഇവിടെ ഈ സർക്കാരിന് ഇച്ഛാശക്തി ഇല്ലാതെ പോകുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ 2 മിനിറ്റ് കൊണ്ട് K-Swift ലൈസൻസ് കൊടുക്കുന്ന സമയത്താണ് ഈ മാഞ്ഞൂരിലെ പ്രവാസി വ്യവസായി പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ സമരം ചെയ്യേണ്ടി വരുന്നത്, ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ പലതുമുണ്ട്, അതിനെ പലതിനെയും കാണാതെ നിങ്ങൾ പറയുകയാണ്. ഇനി നിങ്ങൾ പറഞ്ഞു മാവോർ റയൻസ് കൊണ്ടുവന്നു. മാവോർ റയൻസിന്റെ പര്യസമാപ്തി എങ്ങനെയാണ്? ആ പുഴ മലിനമാക്കുന്നു, ആ കാട് വെട്ടിത്തെളിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അവസാനം ആരൊക്കെ കൂടിയാണ് സമരം ചെയ്തത്, എങ്ങനെയാണ് ആ സമരം അവസാനിച്ചത്? അപ്പോൾ അതിന്റെ ചരിത്രം പറയുന്നില്ല. പിന്നീട് സുശീല ഗോപാലന്റെ നേതൃത്വത്തിൽ കൊക്കോ കോള വിളിച്ചു കൊണ്ടുവന്നു. കൊക്കോ കോള പാലക്കാട് കൊണ്ടുവന്ന് അത് പൊട്ടിഘോഷിച്ചു, ഉദ്ഘാടനം നടത്തി, പ്രഖ്യാപിച്ചു. അവസാനം CPM-ന്റെ തന്നെ നേതൃത്വത്തിൽ സമരം ചെയ്ത് അത് പൂട്ടിക്കേണ്ടി വന്നു. സമാനമാണ് ഇപ്പോൾ മദ്യ കമ്പനിക്ക് ലൈസൻസ് കൊടുക്കുന്നതും. എളമരം കാര്യം വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ HMT-യുടെ കളമശ്ശേരിയിലെ കുറേ ഭൂമി വിറ്റു. എന്തൊക്കെയാണ് ഇവർ നടത്തുന്ന വ്യവസായം? പതിബൽ കമ്പനിയുടെ, ഇവിടെ MC റോഡ് പണിത പതിബൽ കമ്പനിയുടെ അതിന്റെ ജോലിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടുണ്ടായി. അതിന്റെ കാരണവും ഉത്തരവാദിത്വം ആർക്കാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നിക്ഷേപകരുടെയും വ്യവസായികളുടെയും വികസന പ്രോജക്റ്റുകളുടെയും ശവപ്പറമ്പായിട്ട് ഇത് മാറ്റിയപ്പോൾ ആരാച്ചാറിന്റെ പണിയെടുത്തത് CPM-ഉം CIT-യും DYFI ആണ്. ഒന്നാമത്തത്. ഇനി രണ്ടാമത്തത്, 2020 ജനുവരി 11 ശനിയാഴ്ച ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ അച്ചടിച്ച് നിങ്ങൾ പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്തതാണ്. 1 ലക്ഷം കോടിയുടെ നിക്ഷേപങ്ങൾ ആകർഷിക്കപ്പെട്ടു അസെന്റ് കേരളയിലൂടെ. അതിലൊരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതി. ഷിജു എം വർഗീസ് എന്ന് പറഞ്ഞ അമേരിക്കൻ മലയാളി എവിടെന്നോ ഒരു വാടകയ്ക്ക് ഒരു കോട്ട് വിട്ട് വന്ന ഒരു അലവലാതിയെ വിളിച്ച് നിങ്ങൾ 4000 കോടി രൂപയുടെ ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതി കൊണ്ടുവരുന്നു, പ്രഖ്യാപനം നടത്തുന്നു, സ്വീകരണം കൊടുക്കുന്നു, മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിടുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അവസാനം അയാൾ കുണ്ടറയിൽ കയറി മത്സരിക്കുമ്പോൾ, നിങ്ങളുടെ മേഴ്സിക്കുട്ടിയമ്മയെ തോപ്പിക്കാൻ വേണ്ടി കുണ്ടറയിൽ മത്സരിക്കുമ്പോൾ അയാളുടെ ആസ്തി എത്രയാണെന്നറിയോ? 10,000 രൂപ. 10,000 രൂപ തികച്ചെടുക്കാൻ ഇല്ലാത്തവനെ കൊണ്ട് 4000 കോടി രൂപയുടെ പദ്ധതി എന്ന് പറഞ്ഞ് കോട്ടിട്ട് MOU ഒപ്പിടിയിക്കുന്ന പരിപാടിയുടെ പേരല്ല നിക്ഷേപ സൗഹൃദം എന്ന് പറയുന്നത്. അതിനൊക്കെ കുറച്ച് ഇച്ഛാശക്തി വേണം. സർക്കാർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനും വ്യവസായിക്കും ഇടത്തരക്കാരനും എല്ലാവർക്കും ഒരുപോലെ ഫീൽ ചെയ്യുന്ന ഒരു ഫീലിംഗിന്റെ പേരും കൂടിയാണ് സർക്കാർ. അല്ലാതെ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങളൊക്കെ ഇതൊക്കെ മാറ്റി എന്ന് പറഞ്ഞാൽ ചുവപ്പ് നാട അഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ പതിറ്റാണ്ടുകൾ കേരളത്തിന്റെ പൊതുഭൂമിയിൽ ചുവപ്പ് കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ അനാവശ്യ സമരങ്ങൾ കൂടിയാണ് ഇതിന്റെയൊക്കെ കാരണം. ദാവോസിൽ നിങ്ങളുടെ വ്യവസായ മന്ത്രി അടക്കമുള്ള 10 അംഗ സംഘം പോയില്ല, 10 കോടി ചെലവഴിച്ച് 10 രൂപയുടെ നിക്ഷേപം കിട്ടിയോ? 3
ലോക കേരള സഭ നടത്തിയല്ലോ. അമേരിക്കയിൽ പോയി ടൈംസ് സ്ക്വയറിൽ പാകാവട്ട കോട്ട് വിട്ട് ഇരുമ്പ് കസേരയിൽ മുഖ്യമന്ത്രിയെ കൊണ്ടേ ഇരുത്തിയില്ലേ? ആ പണത്തിന്, ചെലവായ പണത്തിനുള്ള ഒരു നിക്ഷേപം നമുക്ക് കിട്ടിയോ? എന്താ നമുക്ക് കിട്ടിയത്? അപ്പോൾ നിങ്ങൾ ഈ നടത്തുന്ന കെട്ടുകാഴ്ചകൾക്ക് അപ്പുറം നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല, നിങ്ങൾക്ക് തന്നെ ഒരു ആശയ അടിത്തറയില്ല. ഏത് തരം വ്യവസായികളെ ക്ഷണിക്കേണ്ടി? ഇപ്പൊ കരൺ അദാനിയുടെ 30,000 കോടി പോന്നോട്ടെ എന്ന് പറയുന്നു. എവിടെയാണ് ഈ 30,000 കോടി? എന്ത് പ്രോജക്റ്റിലാണ്? അപ്പോൾ കരൺ അദാനി 30,000 കോടി എന്ന് പറയുമ്പോൾ അതിനങ്ങോട്ട് സ്വീകരിക്കാൻ വരുന്നതിന് മുമ്പ് എവിടെ, എന്തിന്, എങ്ങനെയുള്ള പ്രോജക്റ്റ് എന്ന് പറയണ്ടേ? അപ്പോൾ അത്തരം പഠനങ്ങൾ നടത്താതെ 2 മിനിറ്റിൽ ഞങ്ങൾ കേസ് അങ്ങ് കൊടുക്കും, വ്യവസായം തുടങ്ങുന്നു എന്നൊക്കെ പറയുന്നു. കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി പറഞ്ഞാൽ 3,50,000 പ്രോജക്റ്റുകളുടെ എണ്ണം പറയുന്നുണ്ട്. വ്യവസായ മന്ത്രിക്ക് മാത്രം കേരളത്തിൽ കാണാൻ പറ്റുന്ന ഒരു ഡാറ്റയാണ്, ലോകത്തിൽ വേറെ ആരും കണ്ടിട്ടില്ല. ആ ഡാറ്റ പോലെ തന്നെയാണ് നിങ്ങളുടെ ഈ കണക്കുകളൊക്കെ. തട്ടിപ്പ് നടത്തുകയാണ്. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. നിങ്ങൾ തൊഴിലാളി പ്രേമം കൊണ്ടാണല്ലോ ഈ സമരമൊക്കെ നടത്തിയത്. എന്നിട്ട് എന്താ ഈ ആശാവർക്കർമാരുടെ തൊഴിലിനോട് നിങ്ങൾക്ക് എന്താ തൊഴിലാളി പ്രേമമില്ലാത്തത്? അവരോട് എന്താ നീതിപൂർവ്വമായിട്ട് നിങ്ങൾ സമീപിക്കാത്തത്? ഉച്ചക്കഞ്ഞ് വെക്കുന്നവരോട് നീതിപൂർവ്വമായിട്ട് സമീപിക്കാത്തത്? ഞാൻ വിഷയങ്ങളിലേക്കൊന്നും പരത്തി പറയുന്നില്ല. അപ്പോൾ തൊഴിലാളി പ്രേമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെലക്റ്റീവാണ്. നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് ഏത് അലവലാദികളെ നിങ്ങൾ വിളിച്ചു കൊണ്ടുവരും, നിങ്ങൾ അത് നടത്തുന്ന പ്രോജക്റ്റ് എന്താണെന്ന് നോക്കില്ല. അതിന്റെ ഉദാഹരണമാണ് കൊക്കോ കോള. നിങ്ങൾ എളമരം കരീമിന്റെ കാലത്ത് HMTയുടെ ഭൂമി വിറ്റത് എന്ത് വികസന പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് നടത്തിയെന്ന് നിങ്ങൾ പറയണ്ടേ, മറുപടി പറയണ്ടേ? ആ സമയം നിങ്ങൾ പ്രതിപക്ഷത്തെ ഇരിക്കുന്നെങ്കിലോ നിങ്ങൾ നിരന്തര സമരമാണ്. ലുലുവിനെതിരെ സമരം ചെയ്യും, നിങ്ങൾ കൊച്ചൗസ് ചിറ്റലപ്പള്ളിക്കെതിരെ സമരം ചെയ്യും, അതുപോലെ മുത്തൂറ്റിനെതിരെ സമരം ചെയ്യും, അവിടെ മീൻവെള്ളവും ചീമൊട്ടയും എറിയും, അതുപോലെ സിന്തൈറ്റിനെതിരെ സമരം ചെയ്യും. ലോകത്തിൽ കൊള്ളാവുന്ന എന്തെങ്കിലും പ്രോജക്റ്റുകൾ കേരളത്തിൽ വന്നാൽ അതിനെതിരെ നിരന്തര സമരം ചെയ്യും. ADP-കാരന്റെ നെഞ്ചത്തേക്ക് കരിയോയിൽ ഒഴിക്കും. എന്നിട്ട് പറയും നിക്ഷേപ സൗഹൃദം എന്ന് പി രാജീവ് പറഞ്ഞാൽ. പി രാജീവ് കൊച്ചി മെട്രോയുടെ വെബ്സൈറ്റിലേക്ക് ആദ്യത്തെ സമരം നടത്തിയത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി രാജീവിന്റെ നേതൃത്വത്തിലാണ്. ആ പി രാജീവ് UDF-ന്റെ കാലത്ത് കൊണ്ട കൊച്ചി മെട്രോയുടെ താഴെ കൂടിയുള്ള ഒരു U-ടേൺ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഒരു ചുമന്ന കത്രികയായിട്ട് വന്നു. അവിടെ കെട്ടിയ വള്ളി പോലും വല്ലവനും കെട്ടിവെച്ചതാ. അപ്പോൾ സ്വന്തമായിട്ടൊരു വള്ളി പോലും ഇല്ലാതെ ഒരു ചുമന്ന കത്രികയുമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വന്നാൽ പ്രോജക്റ്റുകൾ ഉണ്ടാവില്ല. കഴിഞ്ഞ 9 വർഷം 8.5 വർഷക്കാലം പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ നടപ്പാക്കിയ നിങ്ങളുടെ കാഴ്ചപ്പാട് കൊണ്ട് നിങ്ങളുടെ പ്രോജക്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് നടപ്പിലാക്കിയ ഒരു വൻകിട പ്രോജക്റ്റ് പറയാമോ? ഒരു ചെറുകിട പ്രോജക്റ്റ് പറയാമോ? സാധാരണക്കാരന് അനുഭവവേദ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു വികസനം പറയാമോ? ഒന്നുമില്ല മാഷെ. ഉമ്മൻചാണ്ടി മെട്രോ കൊണ്ടുവന്നു, ഉമ്മൻചാണ്ടി വിമാനത്താവളം കൊണ്ടുവരുന്നു, ഉമ്മൻചാണ്ടി വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവരുന്നു, അതോടൊപ്പം കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിയും കാരുണ്യ പദ്ധതിയും അതുപോലെ ജനസമ്പർക്ക പരിപാടിയും സാധാരണക്കാർക്ക് അനുഭവവേദ്യമാകുന്ന വികസനങ്ങളും അതുപോലെ ഇടത്തരക്കാർക്കും അതിന് മുകളിലുള്ള ആളുകൾക്കും ജോലി കിട്ടുകയും സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന പദ്ധതികളും കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അതിനൊക്കെ തുരങ്കം വയ്ക്കുന്നു. 5,000 കോടി രൂപയുടെ പദ്ധതിയിൽ 6,000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കാനല്ലാതെ നിങ്ങളെ കൊണ്ട് ഒന്നും നടക്കില്ല. ഇനി ഞങ്ങൾ നിങ്ങളെ പോസിറ്റീവായിട്ട് സമീപിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഞങ്ങൾ പ്രതിപക്ഷം നിങ്ങളെ പോലെ അല്ല എന്ന് തെളിയിക്കേണ്ടത് ഞങ്ങളുടെ കൂടി രാഷ്ട്രീയ ബാധ്യതയാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന പ്രോജക്റ്റിൽ ശരിയായിട്ടുള്ളത്, കേരളത്തിന് അനുകൂലമായിട്ടുള്ളതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. കക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ ഞങ്ങൾ സമരവും ചെയ്യും. വിഷ്ണു, ഈ നിക്ഷേപ സൗഹൃദം സംസ്ഥാനമാക്കാൻ കേരളത്തിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ ധാരാളമായി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു എന്നങ്ങ് മുമ്പ് പറഞ്ഞു. നോക്കൂ, കേരളത്തിൽ മറ്റൊരു വലിയ വ്യവസായ വിപ്ലവം വരാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, കടൽ മണൽ ഖനനമാണ്. ഇതുവരെ കടൽ മണലിൻ്റെ, കടൽ തീരത്തിൻ്റെ അവകാശം അതത് സംസ്ഥാന സർക്കാരുകൾക്കായിരുന്നു. 2023 ഒരു നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ അതിൻ്റെ അവകാശം അടിച്ചെടുത്തു. ഇപ്പോൾ കേരളത്തിൻ്റെ തീരമേഖലയിലെ മണൽ മുഴുവൻ വരാൻ പോവുകയാണ്. അപ്പോൾ റോഡൊക്കെ ഉണ്ടാക്കിയാലാണല്ലോ മണൽ വാരി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് വെറുതെ കേരളത്തിൻ്റെ വ്യവസായം വികസിപ്പിക്കാൻ വേണ്ടി മാത്രം എന്ന സതുദ്ദേശത്തോടെ തരുന്നതാണോ ഹൈവേ ഒക്കെ? അല്ല, കേന്ദ്ര സർക്കാർ പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൃത്യമായ നിയമ ഭേദഗതികളുടെ ആണല്ലോ. അപ്പോൾ പിന്നെ അതിലെന്താണ് തെറ്റുള്ളത്? അപ്പോൾ നമ്മുടെ വിഷയം ഇപ്പോൾ കടൽ തീരത്തെ മണലല്ല, കേരളത്തിലെ അതൊരു വലിയ വിഷയമാണ് വിഷ്ണു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോളാണ്. അതിൽ ധാരാളം ധാതുക്കളുണ്ട്. അതിനുവേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് സ്വകാര്യ മേഖലയ്ക്ക് നൽകണം എന്നാവശ്യപ്പെട്ട് ഒരു സ്വകാര്യ കമ്പനി നടത്തുന്ന ലോബിയിങ്ങിനെതിരെ കൂടി സംസാരിക്കുകയും ആ സ്വകാര്യ കമ്പനിയുടെ ഓഫീസുകളിൽ കേന്ദ്ര ഏജൻസികൾ കയറി ഇറങ്ങുകയും അതിൽ പിണറായി വിജയനെയും മകളെയും കക്ഷി ചേർത്ത് രാഷ്ട്രീയ പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണ് നിങ്ങൾ. അല്ല, കേരളത്തിലെ ഈ സ്വകാര്യ മേഖലയിൽ നിന്നായാലും പൊതുമേഖലയിൽ നിന്നായാലും തീരദേശങ്ങളെ സംബന്ധിച്ച് മണലെടുക്കാൻ കേന്ദ്ര സർക്കാർ കൃത്യമായ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മൾ ആ ചർച്ച ചെയ്യപ്പെടുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ടല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ കിടക്കുന്നില്ല. കാര്യം ഞാൻ ആ വിഷയത്തെപ്പറ്റി ആധികാരികമായി ഇപ്പോൾ നോക്കാത്തതുകൊണ്ട്.
നമ്മൾ കേരളത്തിൽ എന്താണ് ഇപ്പോൾ പ്രശ്നമുള്ളത്? കാരണം കേരളം വ്യാവസായികമായ ഒരു അന്തരീക്ഷം ഒരുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അതിന് അനുകൂലമല്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പി രാജീവ് എല്ലാ മാധ്യമങ്ങളിലും വലിയ ലേഖനം എഴുതി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതാണ്. കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ലിസ്റ്റ് പോലും സർക്കാർ ഇപ്പോൾ പുറത്തുവിടാറില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കാറ് പോലുമില്ല. അപ്പോൾ കേരളത്തിൽ നിക്ഷേപകർ വരുമ്പോൾ വിവാദ വിഷയമാണ് വിഷ്ണു. അതെന്താണെന്ന് വെച്ചാൽ പീയൂഷ് ഗോയൽ എന്താ പറഞ്ഞത്, 2022 കേന്ദ്ര സർക്കാർ അത്തരം ഒരു റാങ്കിംഗ് നടത്തിയത്. ആ 2022 റാങ്കിംഗ് പ്രകാരം കേരളം ഒന്നാമതാണ്. അത് പീയൂഷ് ഗോയൽ തന്നെ അതിനുള്ള അവാർഡ് കൊടുക്കുന്ന ചിത്രങ്ങൾ ഞങ്ങൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചതാണ്. 2024 അത് അവാർഡ് കൊടുക്കുന്നത് ശരിയാണ്. 2022 കേന്ദ്രം അത്തരം ഒരു പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ കേരളവും സമാനമായ രീതിയിലൂടെ സംരംഭകത്വ വർഷം നടത്തിയിരുന്നു. 3 ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ ഉണ്ടായെന്ന് വ്യവസായ മന്ത്രി പറഞ്ഞു. അതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നതൊക്കെ ഉണ്ടാക്കി ശരിയാണ്. പക്ഷേ പീയൂഷ് ഗോയൽ പറയുന്നതും ശരിയാണ്, പി രാജീവ് പറയുന്നതും ശരിയാണ്. അതിൽ വ്യക്തത കുറവില്ല. അല്ല, വ്യക്തത കുറവില്ലല്ലോ. അത് വളരെ കൃത്യമായി തന്നെ പീയൂഷ് ഗോയൽ പറഞ്ഞല്ലോ. പ്രശ്നം എന്താണ്? കേരളത്തിൽ വലിയ രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങി. ആ സംരംഭങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഡാറ്റാ ബേസ് മുഴുവൻ വ്യാജമാണ്. കഴിഞ്ഞ ദിവസം മനോരമ തന്നെ ഈ ഡാറ്റാ ബേസിലുള്ള സ്ഥാപനങ്ങളിൽ ചെന്ന് കണ്ടപ്പോൾ 60 വർഷം മുമ്പുള്ള ഹോമിയോ ക്ലിനിക്കും ബാർബർ ഷോപ്പും വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ പുതിയ വ്യവസായികൾ വരുന്നു, സംരംഭങ്ങൾ വരുന്നു. വളരെ പോസിറ്റീവായിട്ട് നമ്മൾ അവരെ സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ കണക്കുകൾ അവരോട് പറയുന്നത്? സ്വാഭാവികമായും കേരളത്തിൽ നിക്ഷേപം നടത്താൻ വരുന്നവർ ആരുമായിക്കൊള്ളട്ടെ, അവരൊക്കെ ഇത് അന്വേഷിക്കാതെ അല്ലല്ലോ വരുന്നത്. കേരളത്തിൽ എവിടെയെല്ലാം നല്ല പുതിയ വ്യവസായം കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നു, അതിൽ എന്തെല്ലാം ഔട്ട്പുട്ട് ഉണ്ടായി, അപ്പോൾ കേരളത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ വ്യവസായികൾക്കും കേരളത്തിനും ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഇതിനെയെല്ലാം ചേർത്ത് നിരീക്ഷിച്ച് വ്യവസായികൾ പണം മുടക്കാൻ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് ചിത്രമല്ലേ? വ്യാജമായ കണക്കുകൾ ഉണ്ടാക്കുന്നു, ഇത്ര പേർക്ക് തൊഴിൽ കൊടുത്തു എന്ന് പറയുന്നു. കൊടുത്ത സംരംഭങ്ങൾ പോലും യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ലാതാകുമ്പോൾ ഇപ്പോൾ നിക്ഷേപത്തിന് അനുകൂലമായി വരുന്ന വ്യവസായികൾ പോലും മടക്കി അങ്ങ് ഫ്ലൈറ്റ് കയറിപ്പോകും. ആർക്കാണ് നഷ്ടമുണ്ടാകുന്നത്? നഷ്ടമുണ്ടാകുന്നത് കേരളത്തിലാണ്, കേരളത്തിലെ പൊതുസമൂഹത്തിനാണ്, കേരളത്തിലെയും രാജ്യത്തെ സർക്കാരുകൾക്കാണ്. അപ്പോൾ വരുന്ന വ്യവസായികളെ നല്ല രീതിയിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ലോക കേരള സഭയിൽ വന്നതുപോലെ 2000 രൂപയുടെ ഊണ് കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്തുക എന്നല്ല. കേരളത്തിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കണം. മുൻകാലങ്ങളിൽ എന്തെല്ലാം അനുഭവങ്ങൾ വ്യവസായികൾക്കുണ്ടായി. ഇപ്പോൾ കിറ്റക്സിന്റെ അനുഭവം തന്നെയാണ് നമുക്കുള്ളത്. 11 ഏജൻസികളെ വച്ച് അവർക്കുള്ള എല്ലാ പ്രതിബന്ധങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ചവിട്ടി പുറത്താക്കുന്നത് പോലെ കേരളത്തിൽ നിന്ന് അവരെ ആട്ടിപ്പായിച്ചു. ഇതെല്ലാം അവരുടെ കമ്പനി ഇപ്പോഴും കിഴക്കമ്പലത്തുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അത് കിഴക്കമ്പലത്തുണ്ടല്ലോ. അവരുടെ പുതിയ സംരംഭങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അവർ നിക്ഷേപം ഇറക്കാൻ തയ്യാറായില്ലല്ലോ. അവർ മറ്റൊരു സംസ്ഥാനത്തേക്ക് അടക്കം പോകേണ്ട സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ്? കാരണം അവരോട് വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ഉണ്ടാകുന്ന എല്ലാ വൈരാഗ്യങ്ങളെയും അവരിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം ഇവിടെ വ്യവസായം ചെയ്താൽ മതി, ഇല്ലാത്തവരൊന്നും ഇവിടെ ചെയ്യേണ്ട, അങ്ങനെ ഒരു പൊതുനയം സ്വീകരിക്കപ്പെടുമ്പോൾ കേരളത്തിലേക്ക് വരുന്ന പുതിയ വ്യവസായികളെല്ലാവരും തന്നെ കേരളം വിട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. കാരണം അവരുടെ മുന്നിലേക്ക് പോലും സത്യസന്ധമായ ഒരു കണക്കുകൾ വയ്ക്കാനും ഒരു റിപ്പോർട്ട് ഫീഡ്ബാക്ക് നൽകാനും സർക്കാരിന് കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം അവരും ഇതൊക്കെ പരിശോധിക്കുമല്ലോ. അവർ കേരളത്തിൽ മാത്രമല്ലല്ലോ വ്യവസായം നടത്തുന്നത്. നമ്മുടെ പരിമിതമായ പ്രകൃതിയുടെ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് വരുന്നവരെ മുഴുവൻ ചവിട്ടി പുറത്താക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കാതിരുന്നാൽ മതി. അവരുടെ നയം മാറ്റിവെച്ചാൽ മതി. കേരളത്തിലെ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകൾ നേരത്തെ പറഞ്ഞതുപോലെ എത്രയെത്ര വ്യവസായങ്ങൾ അവർ തച്ചു തകർത്തിട്ടുണ്ട്. വീണ്ടും അവരുടെ മുന്നിലേക്ക് ചുവന്ന കുരുക്കുമായിട്ടല്ല, ചുവന്ന കൊടിയുമായി വരാതിരുന്നാൽ മതി. അവരെല്ലാം മാന്യമായി വ്യവസായം ചെയ്യുകയും ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് വിദേശത്തേക്ക് പോകാതെ ഇവിടെ നിന്ന് അഭിമാനത്തോടെ തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇതില്ലാത്തതുകൊണ്ടാണല്ലോ കേരളത്തിലെ ചെറുപ്പക്കാർ മുഴുവൻ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അതിൽ രാഷ്ട്രീയ ഭേദമോ മതഭേദമോ ഒന്നുമില്ല. കാരണം അവർക്ക് നല്ല തൊഴിൽ സാഹചര്യം ഉണ്ടാകുന്നില്ല, നല്ല വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ നമ്മളിപ്പോൾ ഈ 2-3 വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നു, ഇല്ലീഗൽ മൈഗ്രേഷൻ നടത്തിയ ആളുകളുടെ ഏത് സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരായിരുന്നു കൂടുതൽ? പല സംസ്ഥാനത്തും ഉണ്ടല്ലോ, പഞ്ചാബിലടക്കം പല സംസ്ഥാനത്തും. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ നിങ്ങൾ പറയുന്ന വ്യവസായികളുടെ പറുദീസയായ ഗുജറാത്തിൽ നിന്നാണ്. അല്ല, ഗുജറാത്തോ മധ്യപ്രദേശോ ഉത്തർപ്രദേശോ പഞ്ചാബോ എന്നല്ലല്ലോ വിഷയം. അമേരിക്ക എന്ന് പറയുന്ന വലിയ രാജ്യത്തേക്ക് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ വിഷയമല്ലെങ്കിൽ പോലും എത്തിച്ചേരുക എന്നുള്ളത് പലരുടെയും സ്വപ്നമാണ്. അത് ഇവിടെ തൊഴിലില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. അവർ വെറുതെ 50 ലക്ഷം മുടക്കിയവരുണ്ട്, 1 കോടി മുടക്കിയവരുണ്ട്. ഗുജറാത്തികളെ പോക്കോട്ടെ, നമ്മൾ ലീഗലായിട്ട് പോലും ഇല്ലീഗലായിട്ടാണ് പോകുന്നത്, നമ്മൾ വിസ എടുത്താ പോകുന്നത്.
ആര് ഇല്ലീഗലായിട്ട് പോയാലും സ്വാഭാവികമായി ആ രാജ്യത്തിന്റെ നിയമത്തിനനുസരിച്ച് ചെയ്തില്ലെങ്കിൽ അവർക്ക് തിരിച്ചു വരേണ്ടി വരും. അത്രേ ഉള്ളൂ. അവരെല്ലാം ലക്ഷക്കണക്കിന് രൂപ മുടക്കി പോയവരാണ്. ചിലയിടത്തേക്ക് പോകാൻ താല്പര്യം, ചിലരെല്ലാം സൗദിയിൽ പോകുന്നു, അവിടെ തന്നെ സ്ഥിരതാമസമാക്കുന്നു. മലയാളികൾ എത്രയോ പേർ ജിദ്ദയിൽ അവിടുത്തെ പൗരത്വം എടുത്ത് അവിടെ തന്നെ സ്ഥിരതാമസമുണ്ട്. അവർക്ക് ചില പ്രത്യേക താല്പര്യങ്ങളുണ്ടാകും ആ രാജ്യത്ത് തന്നെ വസിക്കണമെന്നത്. പക്ഷേ ആ രാജ്യത്തേക്ക് പോകുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമവും പൊതു സംവിധാനവും ഒക്കെ അനുസരിക്കേണ്ട ബാധ്യതയുണ്ടാകുന്നു. അല്ലാത്തവർക്ക് സ്വാഭാവികമായി തിരിച്ചു വരേണ്ടി വരുന്നു. സൗദിയിൽ നിന്നൊക്കെ എത്രയോ ആൾക്കാർ തിരിച്ചു വരുന്നു. പൊതുവാപ്പ് കഴിഞ്ഞിട്ട് പോലും അവിടെ തുടരുന്നവരുണ്ട്. പല കാരണങ്ങളുണ്ടാകും. പക്ഷേ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയം വേറെയാണ്. ഏത് രാജ്യത്ത് പോയാലും, നമ്മുടെ രാജ്യത്ത് എത്രയോ ബംഗ്ലാദേശികൾ ഇപ്പോൾ ദിവസവും അറസ്റ്റ് ചെയ്യുന്നു. ആസാമിൽ തന്നെ 1.5 ലക്ഷം പേരെ ഇപ്പോൾ തന്നെ സർക്കാരിന്റെ ലിസ്റ്റിലുണ്ട്. വ്യവസായികളുടെയും തൊഴിലിന്റെയും സ്വർഗമായ ഗുജറാത്തിൽ നിന്ന് വിസ പോലും എടുക്കാതെ മെക്സിക്കോയിലെ കാട്ടിലൂടെ സാഹസിക യാത്ര നടത്തി അമേരിക്കയിലേക്ക് ആളുകൾ പോകുന്നത് എന്താണെന്ന് ചിന്തിക്കണം വിഷ്ണു. BJP ചിന്തിക്കണം. BJP ഭരിക്കുന്ന അവിടെ. അതൊക്കെ BJP അതൊക്കെ വ്യക്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ പോകുന്നതും മറ്റ് തൊഴിൽ മാത്രമല്ലല്ലോ, അവിടുത്തെ പൗരന്മാരായി മാറാനുള്ള വലിയ ആഗ്രഹവും ആ രാജ്യത്തെ പൗരന്മാരായി മാറാൻ ഗുജറാത്തിലെ ആളുകൾക്ക് രാജ്യസ്നേഹമില്ലാതാവുന്നു. ഇന്ത്യയെക്കാൾ അവർ അമേരിക്കയെ സ്നേഹിക്കുന്നു. അത് നിങ്ങൾക്ക് പ്രശ്നമല്ലേ? അവരുടെ ഗുജറാത്തികളുടെയും ഉത്തർപ്രദേശുകാരുടെയൊക്കെ രാജ്യസ്നേഹത്തെ ഓർത്ത് അജിംസ് അത്രയും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ചിലർ തങ്ങളുടെ ലാഭത്തിനും താല്പര്യത്തിനും വേണ്ടി പോയതിനോടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശരി, ശ്രീ VPP മുസ്തഫ, ഇവിടെ ഞാൻ മുമ്പ് ചോദിച്ചൊരു ചോദ്യം, നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ചെയ്യുന്നു. ഇവിടെ വിഷ്ണു ചൂണ്ടിക്കാട്ടിയതുപോലെ തെറ്റായ പട്ടികകൾ നിരത്തി തെറ്റായ അവകാശവാദങ്ങൾ ഉയർത്തുന്നു. അതിലൊരു തർക്കം ഉണ്ടാവേണ്ട കാര്യമല്ല. ശരിക്കും ഒരു സംരംഭകത്വ വർഷം ഉണ്ടായി കഴിഞ്ഞാൽ അത് കൃത്യമായ കണക്ക് പ്രസിദ്ധീകരിച്ചാൽ ആ കണക്ക് ചോദിച്ചിട്ട് പോലും ഏതൊക്കെ കമ്പനികളുടെ പട്ടിക ചോദിച്ചിട്ട് പോലും മന്ത്രി തന്നിട്ടില്ല. ഏതൊക്കെയാണ് സംരംഭം എന്ന് ചോദിച്ചിട്ട് തന്നിട്ടില്ല. അപ്പോൾ കൃത്രിമമായി അങ്ങനെ കണക്കുണ്ടാക്കി മെയിൻ നടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ മുന്നോട്ട് പോയി എന്നുള്ളത് കേന്ദ്ര സർക്കാർ പോലും അംഗീകരിച്ച കാര്യമാണെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ പോരെ. ഞങ്ങൾ 3 ലക്ഷം സംരംഭകത്വം തുടങ്ങി, അതിൽ ഹോമിയോ ക്ലിനിക്കും തട്ടുകടയൊക്കെ പെടുന്നു എന്ന് പറയുന്നത് എത്രമാത്രം നമ്മുടെ ഒരു ക്രെഡൻഷ്യലിനെ ബാധിക്കുന്ന അവകാശവാദമാണ്. അജിംസേ, കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിനിധി അത് പറയട്ടെ. താങ്കളെപ്പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ അത് തന്നെ തൊണ്ട തൊഴാതെ അങ്ങ് വിഴുങ്ങരുത്. അങ്ങനെയൊക്കെ ഒരു ഗവൺമെന്റ് ഇതുപോലെ ഏറ്റവും പ്രബുദ്ധമായ ഒരു നാട്ടിൽ എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് ലഭ്യമാകുന്ന സംവിധാനങ്ങളുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെ വ്യാജ കണക്കൊക്കെ പട്ടിക പുറത്തു വിട്ടിട്ടില്ല. ചോദിച്ചിട്ടും അത് ഏതൊക്കെയാണ് സംരംഭങ്ങൾ എന്നുള്ള ലിസ്റ്റ് തന്നിട്ടില്ല. അതെല്ലാം ലഭ്യമാവുന്നത്, അതൊക്കെ ലഭ്യമാകുന്നതിന് അങ്ങനെ ലഭ്യമാക്കിയിട്ട് അന്വേഷിച്ച ഒരു മാധ്യമം എന്താണ് അന്വേഷിച്ചത് എന്നുള്ളതും അത് എങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതും നിങ്ങൾക്കറിയാലോ. അതാണല്ലോ ഇവിടെ നമ്മുടെ സഹ പാനലിസ്റ്റ് കോട്ട് ചെയ്തത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങളെല്ലാം കൂടി ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രതീതി എന്താ? ഈ കേരളത്തിൽ ഒരു വികസനവുമില്ല, ഇവിടെ ഒരു പുരോഗതിയുമില്ല. ഇവിടെ ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ ഈ CPM-കാർ ചുവന്ന കൊടി പിടിച്ച് വരുന്നു. ഇതാണ് ആകെ പ്രശ്നം. ഇനി വരാതിരുന്നാൽ മതി ചുവന്ന കൊടി പിടിച്ചിട്ട്. ഇപ്പൊ കേരളത്തിൽ 40 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്, അതിഥി തൊഴിലാളികൾ 40 ലക്ഷം പേർ തൊഴിൽ വകുപ്പിന്റെ കണക്കനുസരിച്ചിട്ട്. അവരെന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് വരുന്നത്? അവർ വരുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അവർക്ക് തൊഴിൽ തേടിയിട്ടാണ് വരുന്നതെങ്കിൽ എളുപ്പം പോകാൻ വേണ്ടി പറ്റുക ബോംബെയിലേക്ക്, പൂനെയിലേക്ക്, നാഗ്പൂരിലേക്ക്, നാസിക്കിലേക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തെക്കാൾ എത്രയോ മടങ്ങ് സാധ്യതയുള്ള വ്യാവസായിക രംഗത്തായാലും കാർഷിക രംഗത്തായാലും വൻ തൊഴിലവസരങ്ങളുള്ള സംസ്ഥാനങ്ങളുടെ അടുത്താണ് അവർ ജീവിക്കുന്നത്. പലരും ആ സംസ്ഥാനത്ത് തന്നെയുള്ളവരാ. അങ്ങനെയൊക്കെ വലിയ കൃഷിയിടങ്ങളും തോട്ടങ്ങളും വ്യവസായങ്ങളുള്ള നാട്ടാണ്. ആ നാട്ടിൽ നിന്നാണ് ആളുകൾ കേരളത്തിലേക്ക് വരുന്നത്. എന്ത് തേടിയിട്ടാണ് വരുന്നത്? തൊഴിൽ മാത്രമല്ല, തൊഴിലാളി എന്നുള്ള നിലയിൽ, പണിയെടുക്കുന്നവൻ എന്നുള്ള നിലയിൽ അന്തസ്സായ ജീവിതവും അവർക്ക് ഈ നാട്ടിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ പണിയെടുക്കുന്നവൻ, അധ്വാനിച്ച് ജീവിക്കുന്നവന് അന്തസ്സായ ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് ഇവർ ഇത്രയും സമയം ആക്ഷേപിച്ച ആ ചുവന്ന കൊടി പിടിച്ച് ഞങ്ങൾ നടത്തിയിട്ടുള്ള ത്യാഗനിർമ്മരമായ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ്. കോൺഗ്രസ് എത്രയോ ദീർഘകാലം ഭരിച്ച നാടുകളിൽ നിന്ന്, BJP എത്രയോ കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാടുകളിൽ നിന്ന് ആളുകൾ വരുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഞാൻ അവർ പറയാൻ ഇടയുള്ള ഒരു സംസ്ഥാനം കൂടി പറയാം. ബംഗാളിൽ നിന്നും കൂടി വരുന്നുണ്ട്, ധാരാളം ബംഗാളികളും വന്നിട്ടുണ്ട്. പക്ഷെ എപ്പോഴാണ് വരാൻ തുടങ്ങിയത്? ജ്യോതി ബാസുവിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 35 വർഷം ഭരിച്ച കാലത്ത് കേരളത്തിൽ തൊഴിൽ തേടി ഒരു ബംഗാളിയും വന്നിട്ടില്ല. അന്ന് കേരളത്തിൽ എവിടെയും നിങ്ങൾ ആരും ഒരു ബംഗാളിയെ ചൂണ്ടിക്കാണിച്ചിട്ടുമില്ല. ഇതാ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് തൊഴിൽ തേടി വരുന്നു എന്ന് അന്ന് പറയേണ്ടി വന്നിട്ടില്ല. പിന്നെ എപ്പോഴാണ് വരാൻ തുടങ്ങിയത്? അവിടെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിച്ച്
ഇവരെല്ലാം പോലെയുള്ള ആളുകൾ ക്ഷുദ്രജീവികൾ ചേർന്നിട്ട് മമതയെ ഒരു വലിയ താരമായി ഉയർത്തിയിട്ട് അവരുടെ ഭരണം വന്നതിന് ശേഷം 2-3 കൊല്ലം കഴിഞ്ഞപ്പോ ബംഗാളിൽ അവിടുത്തെ തൊഴിലാളിയുടെയും കർഷകന്റെയും ജീവിതാവസ്ഥ ഇടതുപക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്നത് മുഴുവൻ തകർത്തു കഴിഞ്ഞപ്പോഴാണ് അവർ തൊഴിൽ തേടി ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. കാരണം എറണാകുളം ജില്ലയിലെ പല പട്ടണങ്ങളിലും ബംഗാളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളുടെ 2-3 തലമുറകൾ കഴിഞ്ഞു. ജിൻഡോയ്ക്കൊക്കെ അറിയാതെ. അജിംസെ ഇല്ല, നിങ്ങൾ അങ്ങനെ പറയരുത്. കൃത്യമായിട്ട് അന്വേഷിച്ച് നോക്ക്. 2001 മുമ്പേ അല്ലെങ്കിൽ 2004 മുമ്പേ അങ്ങനെ പെരുമ്പാവൂരിലെ ഞാൻ പെരുമ്പാവൂരിനടുത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്, എനിക്ക് അറിയാവുന്നത് പറഞ്ഞതാണ് നമ്മുടെ തർക്ക വിഷയം. എറണാകുളത്തെ ഹോട്ടലുകളിൽ ബംഗാളി തൊഴിലാളികൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ അല്ല അജിംസ് അന്നും എറണാകുളത്തെ തട്ടുകടകളിൽ പോയി, എറണാകുളം KSRTC സ്റ്റാൻഡിന്റെ അടുത്തുള്ള തട്ടുകടയിൽ പോയി ചായ കുടിച്ചിട്ടുണ്ടാവല്ലോ. അന്ന് ചായ എടുത്തു തരാൻ 2004 മുമ്പേ ഒരു ബംഗാളി തൊഴിലാളി അവിടെ ഉണ്ടായിരുന്നോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറുതെ ഒരു പൊതുവൽക്കരിച്ച് പൊറോട്ട അടിക്കാൻ ബംഗാളിൽ നിന്ന് ആ സമയത്ത് ആളുണ്ടായിരുന്നു കാണില്ല, പക്ഷെ ആളുകൾ ഉണ്ടായിരുന്നു. ആ സമയത്തും ആളുകൾ വരുന്നുണ്ട്. ഏറ്റവും മുന്നിൽ നമ്മുടെ മുന്നിലുള്ള വസ്തുതയായിട്ട് പറയണം. ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ആളുകൾ ഈ കേരളത്തിൽ ഇപ്പോഴും ഇല്ലേ? രാജസ്ഥാനിൽ നിന്ന് വന്നവരല്ലേ കേരളത്തിൽ മാർബിൾ പണി എടുക്കുന്നത്? എങ്ങനെ അവിടെ നിന്നെല്ലാം വരാനിടയാവുന്നു? അവർക്കെല്ലാം പോകാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള നാടേതാ? അതുകൊണ്ട് ചുവന്ന കൊടി പിടിക്കുന്നതോ തൊഴിലാളി സംഘടിക്കുന്നതോ അപകടകരമേ അല്ല. ആ രാഷ്ട്രീയം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആർജവം. അത് ഉയർത്തിപ്പിടിച്ച് ഇവിടെ മാത്രമല്ല ലോകത്തെവിടെയും എല്ലായിടത്തും നമ്മൾ കാണുകയല്ലേ. ഈ ആഗോളവൽക്കരണ കാലത്ത് എല്ലായിടത്തും സമരം നടക്കുമ്പോൾ ഇപ്പൊ ഇവിടെ കമ്മ്യൂണിസം തീർന്നു ഇല്ല, എല്ലാം അസ്തമിച്ചു, ബംഗാൾ പോയി, ത്രിപുര പോയി എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ശ്രീലങ്ക. ആ ശ്രീലങ്കയെ പോലെ കേരളമാകുമെന്നാണ് നേരത്തെ കോൺഗ്രസും BJPയും കേരളത്തെ പ്രസംഗിച്ചത്. പിണറായിയുടെ ഭരണത്തിൽ സാമ്പത്തികമായി തകർന്നു, എല്ലാം പൂട്ടി. 2019 പ്രസംഗാത ശ്രീലങ്ക പോലെ കേരളമാകും. ആ ശ്രീലങ്കക്കാർ ഇപ്പൊ ആരെയാ ചിരിച്ചു വിളിച്ചിരിക്കുന്നത്? അവിടെ അധികാരത്തിൽ എത്തിച്ചിരിക്കുന്ന ആരെയാ? ജനതാ വിമുക്തി പെരുമന, അതിന്റെ നേതാവ് ഇപ്പൊ അവിടെ പ്രസിഡന്റായിട്ടുള്ള അനുരാഗ് കുമാര ദിസ്സനായകെ, അദ്ദേഹത്തിന്റെ ഐഡിയോളജി ഏതാ? അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയം ഏതാ? അവിടുത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ, ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും തകർച്ചയിൽ നിന്നും രക്ഷ നേടാൻ ശ്രീലങ്കക്കാർ അഭയം തേടിയ രാഷ്ട്രീയം ഏതാ? അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഈ അനുഭവമുണ്ട്. അതുകൊണ്ട് കേരളം ഇന്ന് ലോകത്തിന് മാതൃകയായിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ കൊടിത്തണലിൽ തൊഴിലാളിയുടെയും കൃഷിക്കാരന്റെയും സാധാരണക്കാരന്റെയും നിക്ഷേപങ്ങൾ ക്ഷണിക്കുന്ന കാര്യത്തിലും സംരംഭകത്വത്തിന്റെ കാര്യത്തിലും അത് കൂടുതൽ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. തീർച്ചയായിട്ടും കൂടുതൽ നിക്ഷേപവും തൊഴിൽ സാധ്യതകളും കേരളത്തിൽ ഉണ്ടാകട്ടെ. വളരെ നന്ദി ശ്രീ ജിൻഡോ, ശ്രീ VPP മുസ്തഫ, ശ്രീ BG വിഷ്ണു ഇത്രയും സംസാരിച്ചതിന്.